ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവിനെയും ഇന്ദ്രൻ പ്രാർത്ഥിക്കുക കാരണത്താൽ ഭഗവാൻ വധിച്ചു എന്ന് പറഞ്ഞു. അപ്പോഴാണ് ചോദിച്ചത്, ഭഗവാൻ ഈ ദേവന്മാരുടെ പ്രത്യേകം സ്നേഹമുണ്ടോ, അസുരന്മാരുടെ പ്രത്യേകം വിരോധമുണ്ടോ എന്നൊക്കെ ചോദിച്ചതിന് അതിന് ചോദ്യം എങ്ങനെയാ ചോദിച്ചത്? സമപ്രിയ സുഹൃത് ബ്രഹ്മൻ, ഭഗവാൻ എല്ലാവർക്കും സമനാണ്, എല്ലാവർക്കും പ്രിയനാണ്, എല്ലാവർക്കും ഒരുപോലെയാണ് എന്നിരിക്കെ പിന്നെ ഇന്ദ്രസ്യാർത്ഥേ കഥം ദൈത്യാനവധിയിൽ വിഷമോ യഥ, ഇന്ദ്രന് വേണ്ടിയിട്ട് എന്തിനാ അസുരന്മാരെ കൊന്നത്? അപ്പൊ അത് കേൾക്കുമ്പോൾ തോന്നുന്നു ഇന്ദ്രനോട് പ്രേമമുണ്ട്, പ്രത്യേക സ്നേഹമുണ്ട്, അസുരന്മാരോട് സ്നേഹമില്ല എന്ന് തോന്നില്ലേ? അതെന്താ അങ്ങനെ ഉണ്ടാവാൻ കാരണം? അതൊന്നും കേട്ടാൽ തരക്കേടില്ല എന്നും പറഞ്ഞു. അപ്പൊ ഈ ചോദ്യം കേട്ടപ്പോൾ അതിന് മറുപടിയായിട്ട് ശ്രീശങ്കർ പറഞ്ഞു, ചോദ്യം അശ്വലായി എന്നും പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഉത്തരം പറയാം. ഉത്തരം കണ്ടു സാധുപൃഷ്ടം അല്ലെ, സാധുപൃഷ്ടം മഹാരാജ ഹരേശ്ചരിതമദ്ഭുതം യത് ഭാഗവതമാഹാത്മ്യം. അതാണ് പ്രത്യേകത. എന്താ പറഞ്ഞത്? ചോദ്യം അസ്വലായി. ഇങ്ങനെ സാധുപൃഷ്ടം, അസ്വലായി ചോദ്യം. മഹാരാജാവേ എങ്ങനെ? ഹരേ ചരിതമദ്ഭുതം, ഭഗവാന്റെ ചരിത്രമല്ലേ, അത് അദ്ഭുതമാണേ. അപ്പൊ എന്താ വെച്ചാൽ അങ്ങ് ചോദിച്ചതിന് യത് ഭാഗവതമാഹാത്മ്യം, ഭാഗവതമാഹാത്മ്യാണേ. അതുകൊണ്ട് ഭഗവത് ഭക്തിവർദ്ധനം. ഭാഗവതമാഹാത്മ്യം നമ്മൾ ആദ്യ ദിവസം കേട്ടതല്ലേ, പിന്നെ ഇപ്പൊ പിന്നെയുണ്ടത് എന്ന് തോന്നും. അങ്ങനെ തോന്നരുത്. ഭാഗവത മാഹാത്മ്യം എന്ന് പറഞ്ഞ അർത്ഥം ഭാഗവതത്തിന്റെ മാഹാത്മ്യവും ഭാഗവത മാഹാത്മ്യാണ്. ഭാഗവതന്റെ ആരുടെ? ഭാഗവതന്റെ മാഹാത്മ്യം ഭാഗവത മാഹാത്മ്യം രണ്ടും ഉണ്ട് കേട്ടോ. ഇതിപ്പോ പറയുന്നത് ഭാഗവതന്റെ മാഹാത്മ്യാണ്, അതും ഭാഗവത മാഹാത്മ്യാണ്. അത് ഭാഗവതത്തിന്റെയും കൂടി മാഹാത്മ്യം കൂടിയാണ് പറഞ്ഞു. അപ്പൊ എന്താ വെച്ചാലേ അങ്ങിപ്പോ ചോദിച്ചില്ലേ എന്നോട്, ഞാൻ പറയാം. അതായത് ഇവ അസുരന്മാരോട് വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. അത് നമ്മൾക്ക് ഇങ്ങനെ തോന്നുകയാണേ. ഇപ്പൊ ഈ ഭഗവാൻ തന്നെ സൃഷ്ടിച്ചതായ കാലം സത്വഗുണത്തെ വർദ്ധിപ്പിക്കുമ്പം നമ്മൾക്ക് തോന്നുകയാണ് ഭഗവാൻ ദേവന്മാരെ അനുഗ്രഹിക്കണമെന്ന്. ഭഗവാന്റെ കാലം, അതായത് ഭഗവാൻ സ്വയം സൃഷ്ടിച്ച കാലം അസുരന്മാരെ അങ്ങനെയല്ലോ, അത് രജോ ഗുണം വർദ്ധിപ്പിക്കുമ്പം തോന്നും അസുരന്മാരെ അനുഗ്രഹിക്കുകയാണെന്ന് തോന്നും. ഈ ഭഗവാൻ സൃഷ്ടിച്ച കാലം തമോ ഗുണത്തെ വർദ്ധിപ്പിക്കുമ്പം നമ്മൾക്ക് തോന്നും ഭഗവാൻ യക്ഷരക്ഷസുകളെ അനുഗ്രഹിക്കുകയാണെന്ന് തോന്നും. ഇതൊക്കെ ഒരു തോന്നലാണ്. ഭഗവാൻ അങ്ങനെ ആരെയും അനുഗ്രഹിക്കുകയും നിഗ്രഹിക്കുകയും ചെയ്യണില്ല. ചമന്ന കണ്ണട വെച്ചൊരു ചുമരമ്പേക്ക് നോക്കിയാൽ ചുമര് ചുമന്നിരിക്കും. കണ്ണട മഞ്ഞയാണെങ്കിലോ, നീലയാണെങ്കിൽ, പച്ചയാണെങ്കിൽ, അതെ കണ്ണടയുടെ നിറം എന്താ വെച്ചാൽ അതിനനുസരിച്ചിരിക്കും കാഴ്ച. ഏത് മാധ്യമത്തിൽ കൂടിയാണോ നമ്മൾ നോക്കണത് അതിനനുസരിച്ചായിരിക്കും നമ്മുടെ കാഴ്ച ഉണ്ടാവുക. എന്ന് വെച്ചാല് നമ്മൾ നോക്കണത് എന്തിനെയാണ്? മാധ്യമം ഏതൊരു മാധ്യമമാണോ നമ്മൾക്ക് വിഷയമാവണത് അതിൽ കൂടിയല്ലേ കാണുന്നത്. സത്വഗുണത്തിന്റെയും രജോ ഗുണത്തിന്റെയും തമോ ഗുണത്തിന്റെയും കൂടി മാധ്യമത്തിൽ കൂടി നോക്കുമ്പോൾ വ്യത്യസ്തമായിട്ടാണ് കാണുന്നത്. ഭഗവാൻ നിത്യ ശുദ്ധ ബുദ്ധമുക്ത സ്വഭാവനായിട്ടിരിക്കണം. ഈ കുട്ടികൾ ഇങ്ങനെ നൃത്തം ചെയ്യുന്ന സമയത്ത് പച്ചയും നീലയും മഞ്ഞയും വെള്ളയും ലൈറ്റും ഒക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുള്ള നൃത്തം കണ്ടിട്ടില്ലേ? പല ജാതി മുമ്പിൽ ഇങ്ങനെ കുട്ടികളുടെ നേരെ ചെറിയ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ, ചെറിയ ചെറിയ മക്കൾ കളിക്കണുണ്ടല്ലേ? അപ്പൊ ഇവരിങ്ങനെ ഈ ലൈറ്റ് ഇങ്ങനെ മാറ്റി മാറ്റി കത്തിക്കണതിനും കെടുത്തണതിനനുസരിച്ച് കുട്ടികൾ പച്ച നിറം, നീല നിറം, മഞ്ഞ നിറം ഒക്കെ ആയിട്ട് ഇങ്ങനെ തോന്നില്ലേ? കുട്ടികൾ അങ്ങനെ നിറമൊന്നുമില്ല, അവരൊരു കുപ്പായ ഒരു വസ്ത്രം ധരിച്ചിട്ടാ പോയത്. അതിനുള്ള നിറം നമുക്ക് കാണും ചെയ്യും. പക്ഷെ ഈ ലൈറ്റ് വരുന്നതിനനുസരിച്ച് നിറം മാറിയിട്ട് തോന്നും. ഇതുപോലെയാണ് എന്താ, ഭഗവാൻ ആരെയും നിന്ദിക്കുക ഇല്ലെങ്കിൽ പരിഹസിക്കുക അനുഗ്രഹിക്കുകയും അല്ലെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യണില്ല, നമുക്കത് തോന്നുകയാണെന്നാ പറഞ്ഞത്. അങ്ങപ്പോ എന്നോട് ചോദിച്ച ഈ ചോദ്യം പണ്ട് യുധിഷ്ഠിര മഹാരാജാവ് രാജസൂയ സഭയിൽ വെച്ചിട്ട് നാരദ മഹർഷിയോട് ചോദിച്ചു. ഈ ഭഗവാനെ ഇവിടെ എന്താ വെച്ചാൽ നാരദ മഹർഷി പറഞ്ഞത് എന്താ വെച്ചാല്, ഭഗവാൻ ഈ യജ്ഞശാലയിലെ യുധിഷ്ഠിര മഹാരാജാവിന്റെ രാജസൂയം നടക്കുന്ന യജ്ഞശാലയിലെ ആർക്കാണ് അഗ്രപൂജ കൊടുക്കേണ്ടത് എന്നൊരു ചിന്ത വന്ന സമയത്ത് ശ്രീകൃഷ്ണ ഭഗവാനെയാണ് എല്ലാവരും കൂടി തെരഞ്ഞെടുത്തത്. ഭഗവാൻ അഗ്രപൂജ കൊടുത്ത് ഭഗവാന്റെ പാദപൂജ ചെയ്യാനായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വിളിച്ചിരുത്തിയിട്ട് പൂജ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ശിശുപാലൻ എന്ന് പേരായ ദുഷ്ടൻ ചാടി എണീറ്റിട്ട് ഭഗവാനെ കുറെ നിന്ദിച്ചു. ഭഗവാനെ നിന്ദിച്ചു കുറേ അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ നിന്ദയായിട്ടുള്ള വാക്കുകൾ ധാരാളമായിട്ട് പറഞ്ഞു. ഈ ഭഗവത് നിന്ദ വാക്യങ്ങൾ ധാരാളം പറഞ്ഞിരിക്കുമ്പോഴും ശ്രീകൃഷ്ണ ഭഗവാൻ ഒന്നും മിണ്ടിയില്ല. കുറെ നേരം കഴിഞ്ഞപ്പോൾ എന്താ ഉണ്ടായത്? ഭഗവാൻ ഇങ്ങനെ വിരലിമ്പിൽ ഇങ്ങനെ പിടിക്കണത് കണ്ടു. 96, 97, 98, 99, 100 വരെ ഇങ്ങോട്ട് എണ്ണലും കഴിഞ്ഞു. 100 എന്ന് കഴിഞ്ഞപ്പോഴേക്ക് എന്താ ഉണ്ടായത്? തൻ്റെ ചക്രായുധം എടുക്കലും കഴിഞ്ഞു, ശിശുപാലനെ വധിക്കലും കഴിഞ്ഞു. അപ്പൊ ശിശുപാലനെ ഭഗവാൻ വധിച്ചപ്പം ശിശുപാലന്റെ ദേഹത്തുനിന്ന് ദിവ്യമായ ഒരു തേജസ് ഭഗവാന്റെ ദേഹത്ത് ചെന്ന് ചേർന്നു. ഇതാര് കണ്ടു? എല്ലാവരും കണ്ടു. അപ്പൊ ഇത്രയും ദിവസമായിട്ട്, ഇത്രയും നേരമായിട്ട് ഭഗവാനെ നിന്ദിച്ചും കൊണ്ടിരുന്നവനാണ് ആര്? ശിശുപാലൻ. ആ ശിശുപാലന് ഇപ്പൊ എന്താ ഉണ്ടായത്? ഭഗവാന്റെ തൃപ്പാദത്തിൽ മോക്ഷമല്ലേ ഉണ്ടായത്? ഇങ്ങനെ നിന്ദിച്ചവൻ എങ്ങനെ ഇങ്ങനെ മോക്ഷം ഉണ്ടായത്? എന്നാൽ നമ്മൾ ഇന്നലെ ഒരുത്തനെ കണ്ടൊരു വേനനെ കണ്ടു. വേനനാണെങ്കിലോ ഭഗവാനെ നിന്ദിച്ചവനാണ്. വേനനാണെങ്കിൽ മഹർഷിമാരുടെ നേത്രാഗ്നിയിൽ ദഹിച്ചേ പോയത്.
ഒരുത്തൻ ദഹിച്ചും പോയി, ഒരുത്തൻ മോക്ഷം കിട്ടിയും പോയി. ഒരേ പണി ചെയ്തവർക്ക് രണ്ട് ജാതി ഫലം എങ്ങനെയുണ്ടായി? രണ്ടാളും ഈശ്വരൻ നിന്ദ ചെയ്തു. ഒരുത്തൻ മുക്തി നേടിപ്പോയി, മറ്റവൻ ഭസ്മായിട്ട് നശിച്ചും പോയി. എന്തുകൊണ്ട് ഇങ്ങനെ രണ്ട് ഫലം ഉണ്ടായി എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ ഇദ്ദേഹം നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു. എന്താ പറഞ്ഞത്? ഇത് വേനന്റെ കഥ പോലെയല്ലല്ലോ അദ്ദേഹത്തിന്റെ കഥ ഉണ്ടായത്, ശിശുപാലന്റേത്. അപ്പൊ അതിന് മറുപടിയായിട്ട് ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുത്തു. നാരദരെ സഭയിൽ വെച്ചിട്ടാണ് ആ സംശയത്തിന് മറുപടി കൊടുത്തത്. ആ മറുപടിയാണ് പറഞ്ഞത്. നാരദ മഹർഷി പറഞ്ഞു, യുധിഷ്ഠിര, നമ്മൾക്ക് തോന്നും ഈ ശിശുപാലനൊക്കെ ഭഗവാനെ നിന്ദിച്ച് പുറപ്പെട്ടവനാണ്. ഇവരൊന്നും നിന്ദിച്ച് പുറപ്പെട്ടവരൊന്നുമല്ല. എന്താ കാരണം എന്നാണെങ്കിൽ, പണ്ട് വൈകുണ്ഠത്തിൽ ജയവിജയന്മാര് എന്ന് പറഞ്ഞിട്ട് രണ്ട് കാവൽക്കാരുണ്ടായി. അവര് സനകാദി മഹർഷീശ്വരന്മാരെ നിന്ദിക്കുക കാരണത്താൽ ആ മഹർഷിമാരെ ശപിച്ചു. നിങ്ങൾ 3 ജന്മം അസുരന്മാരായിട്ട് ഭൂമിയിൽ ജനിക്കട്ടെ, എന്നിട്ട് എന്നെ പ്രാപിക്കും എന്നും പറഞ്ഞു. അങ്ങനെ ആ ജയവിജയന്മാർ ആദ്യത്തെ ജന്മത്തിൽ എന്തായിട്ട് ജനിച്ചു? ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുമായിട്ട് ജനിച്ചു. ഭഗവാൻ അവരെ രണ്ടുപേരെ അനുഗ്രഹിച്ചു. രണ്ടാമത്തെ ജന്മത്തില് രാവണനും കുംഭകർണനും ആയിട്ട് ജനിച്ചു. അവരെ രണ്ടുപേരെയും ശ്രീരാമനായിട്ട് അവതരിച്ച് അനുഗ്രഹിച്ചു. അവര് മൂന്നാമത് ജനിച്ചതാണ് ശിശുപാലനും ദന്തവക്ത്രനും എന്ന് പറയും. അതിൽ ശിശുപാലനെയാണ് അപ്പം ഭഗവാൻ വധിച്ചത്. ഇനി ഒരുത്തനും കൂടി ഉണ്ട്, ദന്തവക്ത്രൻ. അവനെ പിന്നീട് അനുഗ്രഹിക്കും. ആ ജയവിജയന്മാരുടെ പുറപ്പാടാണ്. ഇവരൊക്കെ അന്ന് പുറപ്പെട്ട് ഭൂമിയിലേക്ക് അസുരന്മാരായിട്ട് നിങ്ങൾ ഭൂമിയിൽ വന്ന് ജനിക്കട്ടെ എന്ന് ഈ മഹർഷിമാര് ശപിച്ച സമയത്ത് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഈ ശാപം അംഗീകരിച്ച സമയത്ത് ജയവിജയന്മാര് രണ്ടുപേരും ഭഗവാനോട് ഒരു പ്രാർത്ഥനയെ പറഞ്ഞുള്ളൂ. എന്താ പറഞ്ഞു വെച്ചാൽ 3, 30, 3000, 300 എത്ര വേണമെങ്കിലും ഭൂമിയിൽ ജനിക്കുകയും മരിക്കുകയും ഒക്കെ ആയിക്കോട്ടെ, വിരോധമില്ല. പക്ഷെ അപ്പോഴൊക്കെ എന്തുണ്ടാവണം? ഭഗവാന്റെ തൃപാദത്തിൽ ഭക്തി ഉണ്ടാവണം എന്നൊരു വരം ചോദിച്ചു ജയവിജയന്മാര്. അപ്പൊ ഭഗവാൻ ശ്രീഹരി ഭഗവാൻ പറഞ്ഞു, നിങ്ങൾക്ക് തൃപാദത്തിൽ ഭക്തി ഉണ്ടാവും. ആ ഭക്തി എങ്ങനെയാവില്ല? പൂജയും പുഷ്പാഞ്ജലിയും തുലാഭാരം പാൽപ്പായസം ഒന്നും ആവില്ല. പിന്നെ എങ്ങനെയാവും? കാണുമ്പം തെറി വിളിക്കണ ജാതി ഭക്തിയാവും എന്നും പറഞ്ഞു. ആ ഭക്തിക്ക് ഒരു പേരും പറഞ്ഞു കൊടുത്തു. എന്താ പേരെന്നറിയോ? മയി സംരംഭയോഗേന നിസ്തീര്യ ബ്രഹ്മഹേളനം. സംരംഭയോഗം എന്നാ പറഞ്ഞത്. എന്തേ സംരംഭയോഗം? വിദ്വേഷ ഭക്തി. വിദ്വേഷ ഭക്തി എന്താ അർത്ഥം? പക വിദ്വേഷം അങ്ങനെ ഭജിക്കുക. അങ്ങനെ ഉണ്ടല്ലോ ഒരു ഭജനം. ആ ജാതി മട്ടായിരിക്കും നിങ്ങളുടെ ഭജനം എന്നും പറഞ്ഞു. അങ്ങനെ ആ വരം വാങ്ങി പോന്നവരാണ് ആര്? ഈ ജയവിജയന്മാര്. അവരുടെ മൂന്നാമത്തെ ജന്മത്തിൽപ്പെട്ട ഒരാളാണ് ആര്? നമ്മുടെ ശിശുപാലൻ. അതുകൊണ്ടാണ് ശിശുപാലൻ എന്തുണ്ടായത്? ഈ വിധം മോക്ഷം ഉണ്ടായത്. ഇല്ലെങ്കിൽ ഞാൻ പറയാം അങ്ങോട്ട്, നോക്കൂ, ഈ വിദ്വേഷ ഭക്തി കൊണ്ടുണ്ടാവണ മാതിരി ഒരു തീവ്രത പ്രേമഭക്തിക്കൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താ പറഞ്ഞത്? നാരദര അഭിപ്രായം പറഞ്ഞതാണ്. യഥാ വൈരാനുബന്ധേന മർത്യസ്തന്മയതാമിയാത് ന തഥാ ഭക്തിയോഗേന ഇതിമേ നിശ്ചിതാമതി. വിദ്വേഷ ഭക്തി കൊണ്ടുണ്ടാവണ ആ ഒരു തീവ്രതയില്ലേ, അതൊന്നും പ്രേമഭക്തി കൊണ്ട് ഉണ്ടാവില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്താ അങ്ങനെ പറഞ്ഞതിൻ്റെ അർത്ഥം? നോക്കൂ, ഈ വിദ്വേഷത്തിനാണോ സ്നേഹത്തിനാണോ ശക്തി കൂടുക? വിദ്വേഷത്തിനാണോ സ്നേഹത്തിനാണോ ശക്തി കൂടുക? എന്നൊക്കെ നമ്മൾ ഇങ്ങനെ ആലോചിക്കും. പരീക്ഷയ്ക്ക് ഉത്തരം ആലോചിക്കണ മാതിരി അങ്ങനെയൊന്നും ആലോചിക്കൊന്നും വേണ്ട. നോക്കൂ, അതായത് വിദ്വേഷത്തിനാണോ സ്നേഹത്തിനാണോ ശക്തി കൂടുക എന്ന് ചോദിച്ചാൽ ഇപ്പം ഇത്രയേ വേണ്ടു. അതായത് നമ്മൾ ഇപ്പം സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ കൊടുക്കണേനാണോ ശക്തി? അരിശത്തോടെ ചെകിട്ടത്തൊരടി കൊടുക്കണേനാണോ ശക്തി? പല്ലെപ്പളാ പോകുക നോക്കിയാൽ മതി, അതന്നെ ശക്തി. ഉമ്മ കൊടുത്തിട്ട് പല്ലൊന്നും ഇതുവരെ പോയിട്ടില്ലല്ലോ. ഇല്ല. വടി കിട്ടിയാൽ പോവുകയും ചെയ്യും. ശക്തി ഏതിന് കൂടും? വിദ്വേഷത്തിന് ശക്തി കൂടും. ആ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. ഈ പകയും വിദ്വേഷവും ഉണ്ടെങ്കിൽ നമുക്ക് വല്ലാതെ പോരാ. ആരോടെങ്കിലും നമുക്ക് വല്ലാതെ പകയുണ്ടെന്ന് കൂട്ടിക്കോളൂ. എപ്പോഴും എന്ത് തോന്നും? ആരെ കാണുമ്പോഴും എന്താ നമ്മൾ നോക്കണത്? മറ്റവനാണോന്ന്. നമുക്ക് പകയുള്ളവനാണ് എവിടെയും നമ്മൾ അതേ കാണുള്ളൂ. സ്നേഹമുള്ളവരെ നമ്മൾ എല്ലാ ഇക്കലും കാണില്ല. സ്നേഹമുള്ളവരെ നമ്മൾ ഇങ്ങനെ എപ്പോഴെങ്കിലൊക്കെ കാണുള്ളൂ. അങ്ങനെ പകയ്ക്ക് ശക്തി കൂടും. അതാണിത്. അതുകൊണ്ട് ഞാൻ പറയണേ, നോക്കൂ യുധിഷ്ഠിര, എല്ലാവരും ഭഗവാനെ ഒരേ പ്രകാരമല്ല ഭജിക്കണതേ. ഓരോരുത്തരും ഓരോ ജാതിയിലാണ്. എങ്ങനെ? ഗോപ്യ കാമാൽ ഭയാൽ കംസ ദ്വേഷാൽ ചൈദ്യാദയോ നൃപാഹ സംബന്ധാൽ വൃഷ്ണയ സ്നേഹാൽ യൂയം ഭക്തിയാ വയം വിഭോ. രാജാവേ, എങ്ങനെയാ നിശണ്ടോ? ഗോപ്യ കാമാൽ, ഗോപികമാര് പ്രേമ ഭക്തി കൊണ്ട് ഭഗവാനെ ഭജിച്ച് ഭഗവാനെ പ്രാപിച്ചു. ഗോപികമാരെങ്ങനെയാ പോയത്? പ്രേമഭക്തി കൊണ്ട്. ഭയാൽ കംസ, കംസരെങ്ങനെയാ ഭജിച്ചത്? പേടിച്ചിട്ട് ഭയം കൊണ്ടാ ഭഗവാനെ ഭജിച്ചത്. ദ്വേഷാൽ
ചൈദ്യാദയോ നൃപാഹ. ശിശുപാലാദി രാജാക്കന്മാര് വിദ്വേഷം കൊണ്ടാണ് ആരെ ഭജിച്ചത്? ഭഗവാനെ ഭജിച്ചത്. മനസ്സിലായില്ലേ? അതല്ല അങ്ങനെ ഉണ്ടായത്. സംബന്ധാൽ വൃഷ്ണയ, ബന്ധുത്വം കൊണ്ട്. ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ ബന്ധുവാണല്ലോ എന്ന് കണക്കാക്കി അങ്ങനെ നടന്ന് നമ്മുടെ ഈ മറ്റേ ഇവരൊക്കെ ഉണ്ടല്ലോ, യാദവന്മാര്, വൃഷ്ണികള്, അന്ധകന്മാര്, യാദവന്മാര്, ഭോജന്മാര് എന്നൊക്കെ പറഞ്ഞ ഭഗവാന്റെ വംശക്കാര്, അവരൊക്കെ ഭഗവാനെ പ്രാപിച്ചു. അവരെങ്ങനെയാ പ്രാപിച്ചത്? ഭഗവാൻ നമ്മുടെ ബന്ധുവാണ് എന്ന് വിചാരിച്ച് അവരങ്ങനെ ഭഗവാനെ പ്രാപിച്ചു. ഇനി വേറെ ഒരു കൂട്ടരുണ്ട്, സ്നേഹാദിയൂയം. പാണ്ഡവന്മാരെ സ്നേഹം കൊണ്ട് നിങ്ങളും ഭഗവാനെ പ്രാപിച്ചു. പാണ്ഡവന്മാര് ഭഗവാനെ കൊണ്ട് വല്ലാണ്ട് സ്നേഹിച്ചു, അങ്ങനെ ഇങ്ങോട്ട് പ്രാപിച്ചു. ഭക്തിയാ വയം വിഭോ, ഭക്തി കൊണ്ട് ഞങ്ങള് ഋഷീശ്വരന്മാരും ഭഗവാനെ പ്രാപിച്ചു. അങ്ങനെ പറയുമ്പം ഓരോരുത്തരും ഓരോ പ്രകാരത്തിലാണ് ഭഗവാനെ ഭജിക്കണതേ. എന്നാ കേട്ടോളൂ, അങ്ങോട്ട് പറയാം. കഥമോപിന വേനസ്യാൽ പഞ്ചാനാം പുരുഷം പ്രതി. ഈ വേനൻ ഈ പറഞ്ഞ പ്രകാരത്തിൽ ഏതെങ്കിലും ഒരു പ്രകാരത്തിൽ ഭഗവാനെ ഭജിച്ചോ? എന്തായോ? കാമം കൊണ്ടോ, ക്രോധം കൊണ്ടോ, ഭയം കൊണ്ടോ, സ്നേഹം കൊണ്ടോ, ബന്ധുത്വം കൊണ്ടോ, ഭക്തി കൊണ്ടോ ഭഗവാനെ ഭജിച്ചോ? ഭജിച്ചില്ല. അതുകൊണ്ട് വേനൻ എന്തുണ്ടായില്ല? സദ്ഗതി ഉണ്ടായില്ല. ഈ പറഞ്ഞ ശിശുപാലനാണെങ്കിലോ വിദ്വേഷം കൊണ്ട് ഭഗവാനെ ഭജിച്ചു. അതുകൊണ്ട് പറയാണ്, എന്ത് വേണം? തസ്മാൽ കേനാപ്യുപായേന മനഃ കൃഷ്ണേ നിവേശയേത്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു ഉപായത്തെ ആശ്രയിച്ചിട്ട് കാമത്തിൻ്റെയോ ക്രോധത്തിൻ്റെയോ ഭയത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ബന്ധുത്വത്തിൻ്റെയോ ഭക്തിയുടെയോ ഒരു മാർഗം, ഒരു ഉപായം ആശ്രയിച്ചിട്ട് ഭഗവാനെ ഉറപ്പിക്കണം. ഭഗവാന്റെ പാദത്തിൽ ഉറപ്പിച്ചോളൂ. ശിശുപാലൻ കണ്ടില്ലേ ഇപ്പം എന്താണ്ടായത്? വിദ്വേഷ ഭക്തി കൊണ്ട് ഭഗവാന്റെ പാദത്തിൽ ഉറപ്പിച്ചു, നന്മയിലേക്ക് പ്രവേശിച്ചു. ഈ വിധമൊന്നും പ്രവർത്തിച്ചുറപ്പിക്കായ കാരണത്താൽ ഈ വേനൻ നശിച്ചു പോവുകയും ചെയ്തു എന്നാ പറഞ്ഞത്. ഈ കഥ കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് ചോദിച്ചു ശ്രീശുഖ ബ്രഹ്മർഷിയോട്, ഹിരണ്യകശിപ്പില്ലേ, ഹിരണ്യാക്ഷനെ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് വന്ന് വധിച്ച കഥ കേട്ടിട്ടുണ്ട്. എന്നാലോ ഈ ഹിരണ്യകശിപുവിനെ ഭഗവാൻ എങ്ങനെയാ വധിച്ചത്? അത് കേട്ടിട്ടില്ലല്ലോ, എന്താ അതിന്റെ സമ്പ്രദായം ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു കൊടുത്തു. പണ്ട് എന്താണ്ടായിച്ചാൽ ഹിരണ്യാക്ഷനെ ഭഗവാൻ യജ്ഞവരാഹമൂർത്തിയായിട്ട് വധിച്ചതിന്റെ ശേഷം ഹിരണ്യകശിപുവിന് ഭഗവാനോട് വലിയ പകയായി. തൻ്റെ അനിയനെ കൊന്നൂലോ, അതുകൊണ്ട് ആ അനിയനെ കൊന്നയാളെ കൊല്ലണം എന്നുള്ളൊരു ഭഗവാനെ കൊല്ലണം എന്നൊരു വാശിയായി ആർക്ക്? ഈ ഹിരണ്യകശിപുവിന് ഭഗവാനോട് വലിയ പകയായിട്ട് തീർന്നു. അങ്ങനെ ഈ പകയായിട്ട് നടക്കണ കാലത്ത് അമ്മയുടെ അടുത്ത് ചെന്ന് അമ്മയെ ആശ്വസിപ്പിച്ചു, അനിയന്റെ ഭാര്യമാരെയൊക്കെ ആശ്വസിപ്പിച്ചു, വേണ്ട മാതിരിയൊക്കെ അവരെ നല്ലോണം സാന്ത്വനിപ്പിച്ചതിന്റെ ശേഷം ഭഗവാനെ കൊല്ലാനായിട്ട് ലോകം മുഴുവൻ സഞ്ചരിച്ചു. അങ്ങനെ ലോകം മുഴുവൻ സഞ്ചരിച്ച് നടന്ന് അങ്ങനെ കേമായിട്ട് ഭഗവാനെ കൊല്ലണം നടന്നിട്ടൊന്നും ഭഗവാനെ കൊല്ലാൻ പറ്റിയില്ല. അപ്പൊ ഹിരണ്യകശിപുവിന് മനസ്സിലായി, ഇങ്ങനെയൊന്നും നടന്ന ആരെ കൊല്ലാൻ പറ്റില്ല, ഭഗവാനെ കൊല്ലാൻ പറ്റില്ല. ശക്തി നല്ലോണം വേണം, ഈ ജാതി ശക്തി പോരാ. അതുകൊണ്ട് ഈ ഹിരണ്യകശിപു മന്ദരപർവ്വതത്തിന്റെ മുകളിൽ പോയി ഇരുന്നിട്ട് ഗംഭീരായിട്ട് തപസ് ചെയ്തു. ഇദ്ദേഹം ഇങ്ങനെ മന്ദരപർവ്വതത്തിന്റെ മുകളിൽ പോയിട്ട് തപസ് ചെയ്ത് ശരീരം പോലും മറന്ന തപസ്സാണ് ഉണ്ടായത്. അങ്ങനെ ഈ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളും പ്രാണികള്, ഉറുമ്പുകള്, ചെതല എന്നൊക്കെ പറഞ്ഞ ജന്തുക്കൾ തിന്നു തീർത്തു. ആരുടെ ശരീരം? ഹിരണ്യകശിപുവിന്റെ ശരീരം. എന്നിട്ട് വള്ളിയും പടർപ്പും കുറ്റിയും കാടും ഒക്കെ ചുറ്റി പെടർന്ന് പിടിച്ച് കണ്ടപ്പോ കുറ്റിക്കാടാന്നേ തോന്നുള്ളൂ, ഒരു അസ്ഥികൂടും. ഇവന്റെ തലയുടെ സ്ഥാനത്ത് മാത്രം ഒരു തീജ്വാല അങ്ങനെ കത്തിജ്വലിക്കണം. ഇതാണ് ഇപ്പൊ കഥ. അങ്ങനെ ജ്വലിച്ചും കൊണ്ടിരിക്കുന്ന ഇവന്റെ ഈ കഠിനമായ തപസ് കലശലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ തപസ് ഇങ്ങനെ രൂക്ഷമായിട്ട് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുമ്പം ഈ ഹിരണ്യകശിപുവിന്റെ തപസ്സിന്റെ ആ രൂക്ഷത കാരണം ലോകത്ത് ദേവന്മാർക്കോ മനുഷ്യന്മാർക്കോ ഒന്നും ജീവിക്കാൻ പറ്റാണ്ട് ഈ ചുട്ട് നീറിയിട്ട് എല്ലാവരും കൂടിയിട്ട് ബ്രഹ്മാവിന്റെ അടുത്ത് ചെന്ന് നമസ്കരിച്ചു. ബ്രഹ്മദേവ വയ്യ, ചുട്ടിട്ട് വയ്യേന്ന് വന്ന് തൊഴുതു. ബ്രഹ്മാവിന് അറിയാം ഇവൻ തപസ് ചെയ്യോണ്ടാണ് ഈ ചൂടും സഞ്ചാരമൊക്കെ ഉണ്ടായതെന്ന്. പക്ഷെ ഇവന്റെ അടുത്തേക്ക് പോവാണ്ടിരുന്നതാണ്. പോയി അവൻ എന്താ ചോദിക്കുകയെന്നും അറിയാം. ചോദിച്ചാൽ അത് കൊടുക്കാണ്ടിരുന്ന മോശമാണ്. ഇനിയും അപ്പൊ പിന്നെ പോവാണ്ടിരുന്ന പിന്നെ കണ്ടില്ല കേട്ടില്ല ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കാലോ വെച്ചിട്ടാണ് ബ്രഹ്മാവ് പോവാണ്ടിരുന്നത്. അപ്പോഴാണ് ദേവന്മാര് വന്ന് എന്ത് ചെയ്തത്? പരാതി കൊടുത്തത്. പരാതി കിട്ടിയാൽ പിന്നെ അന്വേഷിക്കേണ്ട വയ്യല്ലോ, എന്താ ചെയ്യുക? ദേവന്മാര് വന്ന് പ്രാർത്ഥിച്ചതല്ലേ, ബ്രഹ്മാവ് പറഞ്ഞു സാരല്ലേ ഞാൻ നോക്കിക്കോളാം എന്നും പറഞ്ഞു. അങ്ങനെ ഭൃഗു മുതലായ മഹർഷിമാരെ കൂടെ കൂട്ടിയിട്ട് ബ്രഹ്മാവ് നേരെ എവിടേക്ക് ചെന്നു? ഹിരണ്യകശിപു തപസ് ചെയ്യണ മന്ദരപർവ്വതത്തിന്റെ മുകളിലേക്ക് ചെന്നു. ആ മന്ദരപർവ്വതത്തിന്റെ മുകളിൽ ചെന്നപ്പം ബ്രഹ്മദേവൻ ഇങ്ങനെ നോക്കിയപ്പോ എന്താ കണ്ടത്? ഒരു അസ്ഥികൂടം ഇങ്ങനെ നിൽക്കണു. അതിന്റെ ചുറ്റും വള്ളിയും പടർപ്പൊക്കെ ഇങ്ങനെ പടർന്ന് കയറിയിട്ട് തലയുടെ ഭാഗത്ത് മാത്രം ഒരു തീജ്വാല ഇങ്ങനെ മിന്നണുണ്ട്. നമ്മൾ ഈ കടലിന്റെ പക്കത്ത് കണ്ടില്ലേ ലൈറ്റ് ഹൗസ് പറയില്ലേ ഇങ്ങനെ മിന്നുന്നത് വഴി കാണിക്കാനായിട്ട്, അതുപോലെ ഒരു വെളിച്ചം അങ്ങനെ മിന്നണു, വേറെ ഒന്നുമില്ല.
ബ്രഹ്മാവ് ഇപ്പൊ ഇവനോട് എങ്ങനെയാ വർത്തമാനം പറയാൻ? നാവുമില്ല, തലയില്ല, കയ്യുമില്ല, കാലുമില്ല, ഒന്നുമില്ല. ബ്രഹ്മാവ് തന്റെ കമണ്ടലുണ്ടല്ലോ കിണ്ടി, ആ കിണ്ടിയിൽ നിന്ന് കുറച്ച് തീർത്ഥം അങ്ങോട്ട് കയ്യിലേക്ക് ജപിച്ചെടുത്തിട്ട് അങ്ങോട്ട് തളിച്ചു. എവിടേക്ക്? ഈ ഹിരണ്യകശിപുവിന്റെ അസ്ഥികൂടത്തിന്റെ ആ നേരെ നോക്കി അങ്ങോട്ട് തളിച്ചു. ഈ തീർത്ഥം ദേഹത്ത് വന്ന് വീണപ്പോഴേക്ക് തന്നെ ഹിരണ്യകശിപുവിന്റെ ആ ശരീരമൊക്കെ പണ്ടത്തേനേക്കാളും സുന്ദരമായിട്ട് വളരെ സുമുഖനായിട്ട് ആര് മുമ്പിക്ക് വന്നു? ഹിരണ്യകശിപു ബ്രഹ്മദേവന്റെ കാൽക്കൽ ചെന്നങ്ങോട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, സന്തോഷായി, നമ ആദ്യായ ബീജായ ജ്ഞാനവിജ്ഞാനമൂർത്തയെ പ്രാണേന്ദ്രിയ മനോബുദ്ധി വികാരേർവ്യക്തിമീയുഷേ. ഭഗവാനെ, അങ്ങ് ആദ്യനായ ഭഗവാനാണ്, നമസ്കരിക്കുകയാണ്. നമസ്കരിച്ചു. അങ്ങനെ നമസ്കരിച്ച് തൊഴുത സമയത്ത് ബ്രഹ്മദേവൻ ഹിരണ്യകശിപുവിനോട് ചോദിച്ചു, ഹിരണ്യകശിപോ, നിനക്ക് എന്താണ് വരം വേണ്ടത് എന്ന് ചോദിച്ചു. ഈ വരം ഇത് ചോദിച്ചു കിട്ടാൻ നിൽക്കുകയാണ് ആര്? ഹിരണ്യകശിപു. ഹിരണ്യകശിപു ഇത് കേട്ടപ്പോ പറഞ്ഞു, അങ്ങ് എനിക്ക് ഇഷ്ടമുള്ള വരം തരികയാണെങ്കിൽ ആ വരം ഇങ്ങനെ ആയിക്കോട്ടെ. എങ്ങനെ? അങ്ങയുടെ, അതായത് ബ്രഹ്മാവിന്റെ സൃഷ്ടികള് എന്നെ കൊല്ലാൻ പാടില്ല. ബ്രഹ്മാവ് സൃഷ്ടിച്ച ബ്രഹ്മസൃഷ്ടികളില്ലേ, ആ ബ്രഹ്മസൃഷ്ടികള് എന്നെ കൊല്ലരുത്. ഇതാണ് ഒന്നാമത്തെ വരം. ശരി, അങ്ങനെ ആയിക്കോട്ടെ. പിന്നെ രണ്ടാമത് ചോദിച്ച വരം എന്താണെന്ന് അറിയൂ? ബ്രഹ്മസൃഷ്ടികൾ കൊല്ലരുത് എന്ന് മാത്രമല്ല, എന്നെ മനുഷ്യൻ കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു, സൗകര്യമായി, പുലിയായിട്ട് വന്ന് കൊല്ലാന്ന് വിചാരിച്ചു. ഉടനെ പറഞ്ഞു, എന്നെ മൃഗവും കൊല്ലരുത്. പഴുതടച്ചു. എന്താ ചെയ്യല്ലേ? പിന്നെ പറഞ്ഞു, എന്നെ രാത്രി കൊല്ലരുത് എന്നും പറഞ്ഞു. സൗകര്യമായി. നല്ല നട്ടുച്ചയ്ക്ക് നല്ല വെയിലും വെളിച്ചുണ്ടാവുന്ന സമയത്ത് കൊല്ലാലോ എന്നിരിച്ചു ബ്രഹ്മാവ്. ഉടനെ പറഞ്ഞു, എന്നെ പകലും കൊല്ലരുത്. അതും പോയി, പഴുതടക്കണേ. പിന്നെ പറഞ്ഞു, എന്നെ അകത്ത് വെച്ച് കൊല്ലരുത് പറഞ്ഞു. ശരിയാണ്, അകത്തൊക്കെ വെച്ച് കൊല്ലാൻ വലിയ ബുദ്ധിമുട്ടാണ്, മുറ്റത്തിട്ട് കൊല്ല പുറത്ത്. ഉടനെ ഇവൻ പറഞ്ഞു, എന്നെ പുറത്ത് വെച്ചും കൊല്ലരുത്. അതും പഴുതടച്ചു. അങ്ങനെ നോക്കൂലേ. പിന്നെ പറഞ്ഞു, എന്നെ ഭൂമിയിൽ വെച്ച് കൊല്ലരുത് എന്ന് പറഞ്ഞു. അപ്പൊ ബ്രഹ്മദേവൻ വിചാരിച്ചു, നമ്മുടെ ചന്ദ്രയാനിലിട്ട് കൊല്ലാന്ന് വിചാരിച്ചു. ഉടനെ പറഞ്ഞു, എന്നെ ആകാശത്ത് വെച്ചും കൊല്ലരുത് എന്ന്. അവിടെയും പഴുതടച്ചു. കണ്ടോ? പിന്നെ പറഞ്ഞു, എന്നെ ജീവൻ ഉള്ളതുകൊണ്ട് കൊല്ലരുത് എന്ന് പറഞ്ഞു. ഇപ്പൊ ബ്രഹ്മാവ് വിചാരിച്ചു, കരിങ്കല്ലിന്റെ കഷ്ണം കൊണ്ട് തലമണ്ടയ്ക്ക് ഒരു കുത്തങ്ങോട്ട് കൊടുത്തിട്ട് കൊല്ലാന്ന് വിചാരിച്ചു. ഉടനെ ഇപ്പം പറഞ്ഞു, ജീവൻ ഇല്ലാത്തതുകൊണ്ടും കൊല്ലരുത് എന്നും പറഞ്ഞു. ഇങ്ങനെ നാട്ടിലില്ലാത്ത ജാതി വരാ ചോദിച്ചത്. ഇപ്പൊ ബ്രഹ്മാവിന്റെ സൃഷ്ടി കൊല്ലരുത്, മനുഷ്യൻ കൊല്ലരുത്, മൃഗം കൊല്ലരുത്, രാത്രി കൊല്ലരുത്, പകല് കൊല്ലരുത്, അകത്തുനിന്ന് വയ്യ, പുറത്തുനിന്ന് വയ്യ, ഭൂമിയിൽ നിന്ന് വയ്യ, ആകാശത്തുനിന്ന് വയ്യ, ജീവൻ ഉള്ളതുകൊണ്ട് വയ്യ, ജീവൻ ഇല്ലാത്തതുകൊണ്ട് വയ്യ. ഇങ്ങനെയുള്ള വരമൊക്കെയാണ് ആര് ചോദിച്ചത്? ഈ ഹിരണ്യകശിപേ. ഈ വരങ്ങളൊക്കെ ഇങ്ങനെ ചോദിച്ച സമയത്ത് എന്താ ചെയ്യ, വരം തരാന്നും പറഞ്ഞു. ബ്രഹ്മദേവൻ എന്ത് ചെയ്യും? ബ്രഹ്മാവ് പിന്നെ എന്താ ചെയ്തു? ചിലതൊക്കെ കണ്ടും കേട്ടും മുകളിൽ ഒരാളുണ്ടല്ലോ എന്ന് വിചാരിച്ച് വരം അങ്ങോട്ട് കൊടുത്തു. ആർക്ക്? കണ്ടും കേട്ടും ഉള്ള ഒരാളുണ്ടല്ലോ. ആര്? ഭഗവാനെ സ്മരിച്ച വരം കൊടുത്തു. ഈ വരം കൊടുത്തു. ഹിരണ്യകശിപു വലിയ ബലവാനായി. ഹിരണ്യകശിപു അസുരൻ ബലവാനായി. അസുരന്മാരെ ബലവാന്മാരായാലും എന്തുണ്ടാവും? രാവിലെ പഠിച്ച ഇക്വേഷൻ പറഞ്ഞോളൂ. ഇതൊക്കെ പഠിപ്പിച്ചത് രാവിലെ എന്തിനാണ്? അസുരന്മാർക്ക് ബലം കൂടിയാലും ദേവന്മാർക്ക് ബലം കുറഞ്ഞാലും രണ്ടും കൂടി ഒന്നിച്ചുണ്ടായാലും ഓരോന്നൊറ്റയ്ക്കൊറ്റയ്ക്ക് ഉണ്ടായാലും അസുരന്മാര് ദേവലോകത്ത് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ? ഹിരണ്യകശിപു കേട്ട് മാറാപ്പായിട്ട് അങ്ങോട്ട് നടന്നു. ദേവലോകത്ത് ചെന്നു എന്ന് മാത്രല്ല, അസുരന്മാരെല്ലാരും കൂടി ദേവലോകത്ത് അങ്ങോട്ട് ചെന്നിട്ട് ദേവന്മാരെയൊക്കെ എന്ത് ചെയ്തു? കാൽക്കീഴിലാക്കി, അടിമകളാക്കി. ദേവേന്ദ്രാദി ദേവന്മാരൊക്കെ പറയാം അടിമയാണ്. ഇപ്പം ദേവേന്ദ്രനൊക്കെ പണ്ട് ദേവരാജാവായിട്ടിരുന്ന അദ്ദേഹം ഇപ്പൊ എന്താ പണിയെന്നറിയോ? ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിലെ ഗാർഡനിങ്. എന്താ അല്ലേ? റോസാച്ചെടി നടുക, ചാണകപ്പൊടി കൊണ്ടുപോയി ഇടുക, എന്നിട്ട് അങ്ങനെ അവിടെയൊക്കെ ഇങ്ങനെ പണിയെടുക്കുക, കളക്കുക, പുല്ല് പറിക്കുക, ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഉച്ച ആകുമ്പോൾ ആ വടക്കേ മുറ്റത്ത് പോയിട്ട് ലേശം ചോറ് വാങ്ങി ഒന്നും, എന്നിട്ട് ആ മാവിന്റെ ചോട്ട് പോയി ഒന്നും മയങ്ങും, പിന്നെയും വൈകുന്നേരം. എന്തല്ലേ, എന്തൊരു കഷ്ടം. ഉർവശി, മേനക, രംഭ, തിലോത്തമയൊക്കെ ഉണ്ടായിരുന്നു. ഉർവശിക്കൊക്കെ അപ്പൊ എന്താ പണിയെന്നറിയോ? ഉർവശിയുടെ കാര്യമൊന്നും പറയേണ്ട. ഉർവശിക്ക് അവിടെ ഇങ്ങനെ അടിച്ചു തള്ളി മിറ്റടിക്കലും. മേനകയ്ക്ക് ഒന്നും പറയണ്ട. പശുവിനെ കറക്കുക, അവിടെ ഇങ്ങനെ ചാണകം നീക്കുക, തൊഴുത്തിലൊക്കെ ഒരു കൂട്ടുണ്ടല്ലോ, ഇതൊക്കെയാണ് പണി. രംഭയ്ക്ക് അവിടെ പാത്രം തേക്കലേ, നല്ലോണം തേച്ചൊക്കെ മഴുത്ത് തന്നെ. പാത്രങ്ങൾ കുറേ ഉണ്ട് അവിടെ, അതൊക്കെ മഴുത്തണം. തിലോത്തമയ്ക്ക് ഇടിക്കുക, പൊടിക്കുക, വറക്കുക, തെള്ളു, ഇതൊക്കെ തന്നെ പണി. ഇങ്ങനെ ഇവർക്കൊന്നും ഈ പണി നിശ്ചണ്ടായിരുന്നില്ല. ഇവർക്ക് ആകെ 2 പണിയെ നിശ്ചണ്ടായിരുന്നല്ലോ. ഒന്ന് ആ ഡാൻസിന്റെ പരിപാടി ഇല്ലേ, അത്. പിന്നെ ഒന്ന് ഉച്ചയ്ക്ക് മറ്റേ സാമ്പാർ കൂട്ടിയിട്ടുള്ള മറ്റേ മുദ്രയും. ഏത്? ഈ 2 മുദ്രയെ പറ്റുള്ളൂ നിശ്ചണ്ടായിരുന്നല്ലോ. ഇപ്പൊ രംഭയൊക്കെ ഉരുളി തേച്ചിട്ട് എന്തൊരു നിറാണ്. എല്ലാ പണിയും പഠിച്ചു. അടിമകളല്ലേ ഇവിടെ, പണിയെടുക്കന്നെ. അഗ്നിദേവന് പണ്ടെന്തായിരുന്നു പണി എന്നറിയോ? ഹോമം. ഇപ്പൊ എന്താ പണി? ഇപ്പൊ ഹിരണ്യകശിപുവിന്റെ അടുക്കളയിൽ അരി വെച്ച് വറക്കുക. കഷ്ടത്തിലായി, എല്ലാം കൊണ്ടും കഷ്ടത്തിലായി എന്ന് മാത്രമല്ല, ദേവേന്ദ്രാദി ദേവന്മാരെല്ലാരും കൂടി ചെന്നിട്ട് നല്ലോണം
ഭഗവാനെ തൊഴുതു. ഭഗവാനെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് തൊഴുത് കാൽക്കൽ വീണു. എന്താ കാരണം ചോദിച്ചാൽ ഈ അടിമത്തം കാരണം ഉണ്ടായ ദുരിതം കൊണ്ടേ ഒന്നും നിവൃത്തിയില്ല, അങ്ങനെ ചെന്ന് തൊഴുതു. അപ്പൊ ഈ ദേവന്മാര് വന്നിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് തൊഴുത സമയത്ത് ദേവന്മാരോട് ഭഗവാൻ പറഞ്ഞു, ഹേ ദേവന്മാരെ, നിങ്ങൾ ആരും പരിഭ്രമിക്കേണ്ട. എന്താ കാരണം? ഇവന്റെ ദുഷ്ടത ഞാൻ നല്ലോണം മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് എപ്പോഴാണോ ഈ ദുഷ്ടൻ ദേവന്മാരോടും വേദങ്ങളോടും പശുക്കളോടും ബ്രാഹ്മണരോടും സജ്ജനങ്ങളോടും ധർമ്മത്തിനോടും ഭഗവാനോടും വിദ്വേഷം കാണിക്കുന്നത്, അന്ന് ഈ അസുരന്റെ അവസാനായി എന്ന് കൂട്ടിക്കോളൂ. മാത്രല്ല ഒന്നും കൂടി ഉണ്ട്. എന്ത്? നിർവൈരായ പ്രശാന്തായ സ്വസുതായ മഹാത്മനെ പ്രഹ്ലാദായ യദാദൃശ്യേൽ ഹനിഷ്യേപി വരോർജിതം. നിർവൈരായ, ഒരാളോടും ശത്രുതയില്ലാത്തവനും, പ്രശാന്തായ ശാന്തസ്വരൂപനും, സ്വസുതായ സ്വന്തം പുത്രനും, മഹാത്മനെ മഹാത്മാവും ആയ പ്രഹ്ലാദനോട് എപ്പോഴാണോ ഈ അസുരൻ വിദ്വേഷം കാണിക്കാൻ പുറപ്പെടുന്നത്, അന്ന് വലിയ വലിയ വരങ്ങൾ വാങ്ങി വെച്ചവനാണെങ്കിൽ പോലും ഈ അസുരനെ ഞാൻ വധിക്കും എന്ന് ഭഗവാൻ ഒരു വാക്ക് കൊടുത്തു. ഈ വാക്ക് കേട്ട് സമാധാനമായിട്ട് ദേവന്മാരെല്ലാവരും മടങ്ങിപ്പോയി. ഇത് കേട്ടപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവ് ചോദിച്ചു, പ്രഹ്ലാദൻ ഉണ്ണി ആരാണ്, എന്താ ഇതിന്റെ കഥ മനസ്സിലായില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു, പ്രഹ്ലാദന്റെ കഥ പറയാം. ഹിരണ്യകശിപുവിന് പുത്രന്മാര് 4: ഹ്ലാദൻ, അനുഹ്ലാദൻ, സംഹ്ലാദൻ, പ്രഹ്ലാദൻ എന്ന് പറയും. ആ കൂട്ടത്തില് ഇളയ ഉണ്ണിയാണ് ഈ പ്രഹ്ലാദനെ. ഈ പ്രഹ്ലാദന്റെ മഹിമയൊന്നും പറഞ്ഞിട്ടൊന്നും മതിയായിട്ടില്ല. വലിയ മഹിമയുള്ള ഉണ്ണിയാണ്. അതിന്റെ പ്രത്യേകത പറയുമ്പം പറയും, ബ്രഹ്മണ്യ ശീലസമ്പന്ന സത്യസന്ധോ ജിതേന്ദ്രിയ. അതാണ് ബ്രാഹ്മണ ഭക്തി, വലിയ വലിയ ശീലഗുണങ്ങള്, സത്യനിഷ്ഠത, ഇന്ദ്രിയ നിഗ്രഹം ചെയ്ത സ്വഭാവം, എല്ലാ ദിക്കിലും ഭഗവാനെ കണ്ട് തൊഴുത് നമസ്കരിച്ച് അങ്ങനെ ഒരു പുറപ്പാട്. മാത്രല്ല ഭഗവാനെ കണ്ട് തൊഴുക എന്ന് പറഞ്ഞ് എല്ലാ ദിക്കിലേക്കും ഭഗവത് ഭാവേന നമസ്കരിക്കും. ഉണ്ണിയാണെങ്കിലോ അതിന്റെ പ്രത്യേകത പറയും, ഗുണൈ അലമസംഖ്യേയൈ. നോക്കൂ, അനവധി ഗുണങ്ങളാണേ, ഒന്നും രണ്ടും ഒന്നുമല്ലേ, എന്തെല്ലാം ഗുണഗണങ്ങളാക്കും ആരന്. അതുകൊണ്ട് മാഹാത്മ്യം തസ്യ സൂച്യതേ. ഈ ഗുണഗണങ്ങളൊക്കെയാണ് ആ ഉണ്ണിയുടെ മഹിമ ഇങ്ങനെ സൂചിപ്പിക്കണതേ. അതോ വാസുദേവേ ഭഗവതി യസ്യ നൈസർഗികീരതി. വാസുദേവ ഭഗവാന്റെ തൃപാദത്തില് അതിന് നൈസർഗികീരതിയ. നൈസർഗികീരതി ചെന്നർത്ഥം ജന്മസിദ്ധമായ ഭക്തിയ. ജനിച്ചു വന്ന് പിന്നെ ഉണ്ടാക്കിയതൊന്നുമില്ല, ജനിക്കുമ്പോഴേ അതിനെവിടെ ഉണ്ട്, ഭഗവാന്റെ പാദങ്ങളില് ഭക്തി ഉണ്ട്. അങ്ങനത്തെ ഒരു പ്രത്യേകത. പിന്നെ മാത്രമല്ല അതിൻ്റെ ഒരു സമ്പ്രദായം എന്താ ചോദിച്ചാൽ പറയും, ഉണ്ണിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എങ്ങനെയാ അതിന്റെ പ്രത്യേകത? ന്യസ്തക്രീഡന കോപാലോ. അതാണ് ന്യസ്തക്രീഡന കോപാലോ. ക്രീഡനകം എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടാണ്. കളിക്കണ സാധനങ്ങളില്ലേ കുട്ടികൾ കളിക്കുന്നത്, അതാണ്. അതൊന്നും അതിൻ്റെ കയ്യിൽ കളിക്കണ സാധനങ്ങളൊക്കെ ഉണ്ണിക്ക് കൊടുത്താൽ അതൊന്നും വേണ്ട. അതെപ്പോഴും ഇങ്ങനെ ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചുകൊണ്ട് അതിന് കളിക്കാനൊന്നും അങ്ങനെയുള്ള ആ പ്രായത്തിൽ ഏത് വലിയ മഹാത്മാവാണെങ്കിലും ആ പ്രായത്തിലൊക്കെ അങ്ങനെയല്ലേ ഉണ്ടാവുക. ഇന്ന് കളിക്കണ വിഷയങ്ങളിലൊന്നും ഒരു താല്പര്യമില്ലേ. പിന്നെ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടോ, കൃഷ്ണഗ്രഹ ഗൃഹീതാത്മാ നവേദ ജഗദീദൃശം. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഒരു ബാധ കൂടിയ മാതിരി കൂടിയിരിക്കുക. ബാധ കൂടുക എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവുമോ? ഇവിടെ എങ്ങനെയാ നിശ്ചയില്ല. നമ്മുടെയൊക്കെ നാട്ടിൽ പണ്ട് ബാധ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പണ്ട് ഉണ്ടാവും. ഇപ്പൊ ഉണ്ടാവില്ല. ഇപ്പൊ കമ്പ്യൂട്ടർ വന്നതിന് ശേഷം ബാധയൊന്നുമില്ല. പണ്ടൊക്കെ ഉണ്ടായിരുന്നു ബാധ. ബാധ കൂടുക എന്ന് കേട്ടിട്ടില്ലേ? സ്ത്രീകൾക്കാണ് ഈ ബാധ ഉണ്ടാവുക, ആണുങ്ങൾക്ക് ബാധ ഉണ്ടാവില്ല. ആണുങ്ങൾ പെണ്ണുങ്ങൾക്ക് ബാധയാവുക ചെയ്യുക. അത് പണ്ടും ഇപ്പോഴൊക്കെ ഒരുപോലെ തന്നെയാണ്, അതിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ആണുങ്ങൾക്ക് ബാധ ഉണ്ടാവില്ല, പെണ്ണുങ്ങളൊക്കെയാണ് ബാധ ഉണ്ടാവുക. ബാധ ഇപ്പൊ ഒന്നും പറയണ്ട. ബാധ ഏത് ബാധയാ കൂടിയാച്ചാൽ കൂടിയതിന്റെ സ്വഭാവം കാണിക്കും. ഇപ്പൊ വടക്കേല നാണയമൊക്കെ പണ്ട് എന്തോ പോലീസുകാരന്റെ ബാധ കൂടിയത്ര. എമ്മ വെച്ച ചപ്പാത്തിക്കളുണ്ട് ലെഫ്റ്റ് റൈറ്റ് വരാന്തയിൽ ഇങ്ങനെ നടക്കുക. എന്തല്ലേ. എന്നിട്ട് പിന്നെ മന്ത്രവാദി വന്ന് എന്തൊക്കെയോ ചെയ്തതിന്റെ ശേഷമാണ് അരി വെച്ച് വാർക്കാൻ തുടങ്ങിയതാര്. അങ്ങനെയാണ് പറഞ്ഞതിന്റെ അർത്ഥം. നേരം പോക്കിനെ പറഞ്ഞതല്ലേ. ബാധ കൂടുക എന്ന് പറഞ്ഞാൽ കൂടിയ ബാധയുടെ സ്വഭാവമാണ് കാണിക്കുക. ഇപ്പൊ നമ്മുടെ നാണയമ്മ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സ്വഭാവം അല്ല പുറത്തേക്ക് വരെ, പോലീസുകാരന്റെ സ്വഭാവമാണ് വന്നത്. കണ്ടില്ലേ? അപര വ്യക്തിത്വമാണ് പ്രകാശിക്കുക, സ്വവ്യക്തിത്വം പ്രകാശിക്കില്ല. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഇതാണ് ഈ ബാധ എന്ന് പണ്ടൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഉണ്ണിക്ക് അങ്ങനെയാണ്. ശ്രീകൃഷ്ണ ഭഗവാനാണ് ബാധ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അസുരക്കുട്ടിയുടെ സ്വഭാവം അല്ല ഇത് കാണിക്കണത്. പിന്നെ ഏതിന്റെയാ കാണിക്കണത്? ഈശ്വര സ്വഭാവമാണ് കാണിക്കണത്. വ്യത്യാസം ഇത് പറയാനത് പറഞ്ഞത്. അങ്ങനെ ആസീന പര്യടൻ ശയാന പ്രഭിബൻ ബ്രുവൻ
നാനുസന്ധത്തയേ താനി ഗോവിന്ദ പരിരംഭിത. അതുണ്ടായത് ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും കുടിക്കുമ്പോഴും പറയുമ്പോഴും ഒന്നും ഈ ഉണ്ണി ലോക വിഷയങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും അറിഞ്ഞില്ല. എന്താ കാരണം? അനുസന്ധത്ത, അതൊന്നും ആ ഉണ്ണിയുടെ ബുദ്ധിയിലേക്കേ കടന്നു വന്നില്ല. കാരണം എന്താണെന്നറിയോ? ഗോവിന്ദ പരിരംഭിത. ആ ഗോവിന്ദ ഭഗവാന്റെ പരിരംഭണം എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഇങ്ങനെ ഇങ്ങോട്ട് ആലിംഗനം ചെയ്ത് ചേർത്ത് പിടിച്ചിരിക്കുക എന്നുള്ളതുകൊണ്ട് ആ ഉണ്ണി ഒന്നും ഇങ്ങോട്ട് അറിയാറില്ല, ഒന്നും അറിയില്ല. ഭഗവാന്റെ ഒരു ഭക്തിയുടെ ലയത്തില് അങ്ങനെ ലയിച്ച് നടന്നു ഉണ്ണി. ചിലപ്പോൾ എന്തെങ്ങനെ നടന്നു പോകുമ്പോൾ ചിരിച്ചും കൊണ്ടും നടക്കും. കാരണം ഭഗവാനോട് മിണ്ടിയും പറഞ്ഞ് നടക്കണേ, വർത്തമാനം പറഞ്ഞും കൊണ്ട് നടക്കും. കാണുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഉണ്ണി ആരോടാ മിണ്ടണത്, ഭഗവാനോടാ. ഭഗവാൻ ഉണ്ണിക്ക് കാണാം, മറ്റുള്ളവർക്ക് കാണാനും പറ്റില്ല. അപ്പൊ ആളുകൾ എന്താ പറയും? ഇതിങ്ങനെ ചിരിച്ച് വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ അങ്ങനെ നടന്ന എന്താ പറയുക? അതൊക്കെ തന്നെ പറയും. ഒറ്റയ്ക്ക് ഒരാൾ ചിരിച്ച് അടവഴി കൂടി വർത്തമാനം പറഞ്ഞ് നടക്കുമ്പോൾ എന്ത് പറയും നമ്മൾ? അതന്നെ, അതേ വയ്യായ. അത് നമ്മളൊക്കെ അത്രയല്ലേ പറ്റുള്ളൂ. ഇതേതാ ഉണ്ണി? ഭഗവാന്റെ കൂടെയാണ് നടക്കണത്. നമ്മുടെ ഈ ഉണ്ടക്കണ്ണോണ്ട് നോക്കി ആരെ കാണില്ല? ഭഗവാനെ കാണില്ല. ആ ഉണ്ണിയുടെ ആ വലിയ ഭക്തിയുടെ വെളിച്ചം കൊണ്ട് ഉണ്ണിയുടെ കൂടെ ആരുണ്ട്? അത് ഭഗവാന്റെ കയ്യും പിടിച്ച് ഓടിയും ചാടിയും മുണ്ടിന്റെ വക്കം പിടിച്ച് കളിച്ചും ചാടിയും തോളത്ത് കയറിയും ഉരുട്ട് മറിഞ്ഞും ഒക്കെ കളിച്ച് ചിരിച്ച് നടക്കുകയാണ്. ആരുടെ കൂടെ? ഭഗവാന്റെ കൂടെ. അല്ലാതെ അത്രയ്ക്ക് മഹിമയില്ലാത്തവരല്ലേ ലോകത്തുള്ളത്, അവർക്കൊന്നും ഇത് കാണാനും പറ്റില്ല. അങ്ങനെ ചിലപ്പം ഭഗവാനെ ഇങ്ങോട്ട് കാണാണ്ടേ നിലവിളിക്കുകയും ചെയ്യും. കുറച്ചു നേരം കാണാണ്ടേയില്ലേ അങ്ങനെ നടന്നു ഉണ്ണി. ഇങ്ങനെ ഒരു വലിയ മഹാനായ ഉണ്ണി അറിഞ്ഞിട്ടു അത്. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനെ ഈ ഹിരണ്യകശിപു നല്ലോണം ഉപദ്രവിച്ചു. അപ്പൊ ചോദിച്ചാൽ അതെന്തിനാ ഉപദ്രവിച്ചത്? ഇങ്ങനെ ഒരു ഉണ്ണി ഉണ്ടാവണം എന്നല്ലേ മോഹിക്കുക എന്നോ? അതെന്താ ശണ്ടോ, ഈ കുമാരന് എന്താന്നാണെങ്കിൽ പറയാം. ഹിരണ്യകശിപു എന്തേ ചെയ്തു വെച്ചാല്, ഹിരണ്യകശിപു ഭഗവാനെ കൊല്ലാനായിട്ട് നടക്കുകയാണല്ലോ. ഭഗവാനെ കൊല്ലാൻ കുറെ കാലമായി നടക്കണു, കൊല്ലാനും പറ്റണില്ല. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് മനസ്സിലായി ഭഗവാനെ അങ്ങനെ പെട്ടെന്ന് കൊല്ലാൻ പറ്റി. നമ്മൾ ഈ വലിയ വലിയ മരങ്ങളൊക്കെ വീഴ്ത്തണമെങ്കിൽ എന്ത് വേണം? വലിയ വലിയ മരങ്ങൾ വീഴ്ത്തണമെങ്കിൽ ഒരു ദിവസം അങ്ങോട്ട് വീഴ്ത്താൻ പറ്റില്ല. കുറേശ്ശെ വീഴ്ത്തണം. ഓരോ ദിവസം നമ്മൾ ആ മരത്തിന്റെ ഓരോരോ വേര് ഇങ്ങനെ മുറിക്കുക. ഓരോരോ വേര് മുറിച്ച് ചുറ്റുപാടുള്ള വേരുകളൊക്കെ അങ്ങോട്ട് മുറിച്ച് അതിന്റെ അടിവേരില്ലേ, തായ്വേര്, ആ തായ്വേരും കൂടി അങ്ങോട്ട് മുറിച്ചാൽ പിന്നെ ഒന്നും ചെയ്യണ്ട. ആ ഉച്ചയത്തെ ചെറിയ കാറ്റ് ഇങ്ങോട്ട് വീശുമ്പോൾ ആര് വീണോളും? മരം താനേ വീഴും. എന്താ കാരണം? അടിവേരുകളൊക്കെ പോയില്ലേ. അപ്പൊ അതുകൊണ്ട് വിഷ്ണുവിന്റെ വേരുകൾ അറക്കണം ആദ്യം. വിഷ്ണുവിന്റെ വേര് എവിടെയാ കിടക്കണത്? വേദങ്ങളില് ഇല്ലേ, അതുപോലെ ഉപാസനയില്, ബ്രാഹ്മണരില്, സജ്ജനങ്ങളില്, ഭഗവൻ നാമജപത്തില്, സത്സംഗങ്ങളില്, സജ്ജനങ്ങളില്, ഗോക്കളില്, ഇവിടെയൊക്കെയാണല്ലോ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഭഗവാന്റെ വേര് കിടക്കണ ഈ പുണ്യസ്ഥാനങ്ങളൊക്കെ ഇല്ലേണ്ടിയൊക്കെ വേദങ്ങൾ വേണ്ട, ബ്രാഹ്മണര് വേണ്ട, നാമജപം വേണ്ട, നമസ്കാരം വേണ്ട, പൂജ വേണ്ട, ഭജനം വേണ്ട, ഒന്നും വേണ്ടൊക്കെ നിരോധിച്ചു. ഇതൊക്കെ ഇല്ലേണ്ടേൽ താനില്ലേണ്ടേക്കോളും? വിഷ്ണു താനില്ലേണ്ടേക്കോളും. അപ്പൊ അതുകൊണ്ട് എന്തേ വേണ്ടു? ഇതൊക്കെ ഓരോന്ന് ഇല്ലേണ്ടേക്കാനായിട്ട് ഹിരണ്യകശിപു തൻ്റെ ആ കൊട്ടാരത്തില് നാട്ടില് നല്ലോണം അങ്ങോട്ട് നിയമം പാസ്സാക്കി. എല്ലാ ദിക്കിലും അങ്ങോട്ട് പ്രചാരം കൊടുത്തു. എന്ത്? പൂജ പാടില്ല, ഭഗവാനെ ഭജിക്കാൻ പാടില്ല, വേദം ചൊല്ലരുത്, ഹോമം കഴിക്കരുത്, പൂജ കഴിക്കരുത്, എല്ലാ ദിക്കിലും എഴുതി. റോഡിന്റെ പക്കത്തൊക്കെ ബോർഡിന്റെ മുകളിൽ നല്ലോണം ബോർഡ് എഴുതി ഒട്ടിച്ചു. എന്ത്? നാരായണ നാമ ഈസ് സ്ട്രിക്ട്ലി പ്രോഹിബിറ്റഡ്. നാരായണനാമം കർശനമായിട്ട് നിരോധിച്ചിരിക്കണം. ആരെങ്കിലും നാമം ചൊല്ലിയവരുടെ നാവരിയും, എന്നിട്ടും ചൊല്ലാൻ പുറപ്പെട്ടാൽ പിന്നെ കഴുത്തരിയും. പിന്നെ പ്രത്യേകിച്ചൊന്നും അരിയാൻ ചെയ്യാത്തതുകൊണ്ട് അതോടെ തീരുമാനവും. ആർക്കപ്പം കഴുത്തും നാവും ഒക്കെ അരിഞ്ഞ് നാമം ചൊല്ലാൻ മോഹം ഉണ്ടാവുക? ആളുകളൊക്കെ മിണ്ടാതെയായി, ഒരാളും നാമം ജപിക്കാതെയായി, ഒരാളും ഉറക്കെ ഭഗവാന്റെ കഥകൾ പറയാതെയായി. കാരണം ഇവൻ എന്ത് ചെയ്യും? ഇവൻ ഇങ്ങനെ ദുഷ്ടനാണ്, ആർക്കും പറ്റിയില്ല. പാവങ്ങൾ സജ്ജനങ്ങളൊക്കെ ഇത് ശീലിച്ച കൂട്ടരും നാട്ടുകാരൊക്കെ എന്ത് ചെയ്യും? അത്യാവശ്യക്കാരൊക്കെ ഇങ്ങനെ മുണ്ടോണ്ടൊക്കെ ഇങ്ങനെ, എന്താ മുട്ടയമ്മ പല്ലുവേദനയാവും, അശുദ്ധ ശീലിച്ചവർക്ക് ഇതില്ലേണ്ട പറ്റുമോ? പറ്റില്ല. അങ്ങനെയൊക്കെ എന്തിനാ ഇപ്പൊ പറയുന്നത്? സാധാരണക്കാർ നാരദരെ പോലെയുള്ള വിദ്വാൻമാര് വരെ നരകിച്ചു. ഒരിക്കൽ നാരദർ ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ വന്നു. ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ വന്നപ്പോൾ അദ്ദേഹം രാവിലത്തെ വൈകുന്നേരത്തിന് ദേവാലയം കഴിഞ്ഞില്ല, വഴിയിൽ നടന്നു വരികയായതുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിൽ വന്നിട്ട് ഹിരണ്യകശിപുവിനോട് ചോദിച്ചു, ഹിരണ്യകശിപോ, എന്റെ കൊട്ടാരത്തിൽ വന്നപ്പോളേ നാരായണ വാളൂരി ഹിരണ്യകശിപു വാളൂരി ഊരാൻ വരട്ടെ, മുഴുവനും കേൾക്കുന്നിട്ട് ഊരാന്നും പറഞ്ഞു. ഊരി ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പം ഹിരണ്യകശിപുവിനോട് നാരദരെ ചോദിച്ചു, നാരായണ 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 നാമമൊട്ടും കേട്ടതേയില്ല. ക്വസ്റ്റ്യൻ ടാഗ് ആയിരുന്നില്ലേ? എന്ത്
എന്താടോ തന്റെ നാട്ടിൽ വന്നപ്പോ നാരായണനാമം കേട്ടില്ലല്ലോ എന്നാ ചോദിച്ചതേ. അപ്പൊ വെട്ടാനായിട്ടാ പുറപ്പെട്ട. അങ്ങനെ രാവിലത്തെ തേവാര ആ കൂട്ടത്തിൽ അങ്ങോട്ട് കഴിഞ്ഞു. ആരുടെ? നാരദ മഹർഷിയുടെ. അപ്പൊ ഹിരണ്യകശിപു ഉത്തരം പറയാൻ തുടങ്ങി. അതെന്താ ശണ്ടോ കേൾക്കാത്തത്? ഞാൻ പറയാം താൻ പറയണ്ട കിശണ്ട്, ഞാൻ പറയാം. നാരദരനെ തുടങ്ങി. എന്ത്? നാരായണ 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 നാമാരും ജപിക്കൊന്നില്ല. അതല്ലേ ചോദിച്ചു? അതന്നെ. വൈകുന്നേരത്തെ ദേവാരം കഴിഞ്ഞ ആ കൂട്ടത്തില്. ഇങ്ങനെ തഞ്ചത്തിലാണ് നാരദരെ പോലുള്ള മഹാത്മാക്കള് വരെ ആ നാമജപം ദേവാരും ഒക്കെ കഴിച്ചതേ. എന്നുവെച്ചാൽ അപ്പം വലിയ വലിയ ആളുകളാണ് ഈ നാരദാദികളൊക്കെ. അങ്ങനെയുള്ള നാരദാദി ഋഷീശ്വരന്മാര് പോലും ഇവന്റെയൊക്കെ കൂടാൻ അടുത്തൊക്കെ എങ്ങനെയാണ് പെരുമാറിയത് വെച്ചാൽ പാവപ്പെട്ട സജ്ജനങ്ങൾ സാധുക്കൾ എന്ത് ചെയ്തിട്ടുണ്ടാവും കഷ്ടത്തിലായിട്ട് ഇല്ലേ. അങ്ങനെ എല്ലാ ദിക്കിലും നാമജപാദികളൊക്കെ നിരോധിച്ച സമയത്ത് ഹിരണ്യകശിപുവിന്റെ കൊട്ടാരത്തിൽ എന്നും ആ പടിഞ്ഞാറ്റിയുടെ മച്ചിന്റെ അകത്തുനിന്ന് ഒരു ശബ്ദം ഇങ്ങനെ കേൾക്കും. വെളിച്ചാവുമ്പോൾ 4 മണിക്ക് എന്നും കേൾക്കും. 4 മണി പണ്ടൊരു മണി ഉണ്ടെങ്കിൽ അവിടുന്ന് ഉറക്കെ കേൾക്കാം. എന്താ വെച്ചോ? ഓം വിശ്വം വിഷ്ണുർവഷത്കാരോ ഭൂതഭവ്യ ഭവൽ പ്രഭോ ഭൂതഗ്രത് ഭൂതഭൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷര ഏവ ച യോഗോ യോഗവിദ് നേതാ പ്രധാന പുരുഷേശ്വര നാരസിംഹവപോ. അവിടെ നിൽക്കട്ടെ, നമുക്കതുവരെ മതി. ആ വപ്പ് അപ്പൊ വേണ്ടത് ഇത് ദിവസമുണ്ടേ. അപ്പൊ ഹിരണ്യകശിപു ഇങ്ങനെ കേൾക്കാറുണ്ട്. ഹിരണ്യകശിപു എന്താ വിചാരിച്ചു വെച്ചാല് ഭൂത ഭവ്യ ഭവൽ എന്തോ കുട്ടികള്, ആ വിവരമില്ലാത്ത കുട്ടികളല്ലേ. പിന്നെ ഭൂതാത്മാ പരമാൻ എന്തോ ഭൂതം കെട്ടിയ പാട്ടത്രേ ഉള്ളൂ. ഒരു വകതിരിവ് വേണമെങ്കിൽ ലേശമൊക്കെ അകത്ത് ഈ കഥ വേണ്ട. ഒരു കഥയില്ലാത്ത അസുരൻ എന്തോ വകതിരിവ്. ഇതിങ്ങനെ അക്കാലത്ത് ഹിരണ്യകശിപുവിന്റെ പടിഞ്ഞാറ്റിയുടെ പടിഞ്ഞാറേ ഭാഗത്ത് മുറ്റത്തുനിന്ന് ഒരു ബ്രാഹ്മണനെ ആ മാവിന്റെ ചോട്ടുനിന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ആ മനുഷ്യൻ എന്താണ് താൻ ഇവിടെ ചോദിച്ചു. ഒന്നുമില്ല തിരുമനസ്സേ, ഞാൻ ഇവിടെ ഇങ്ങനെ സഹസ്രനാമം കേൾക്കാൻ വന്നതാണെന്ന് പറഞ്ഞു. ചൊല്ലിയാലല്ലേ നാവരിയുള്ളൂ, കേട്ടാൽ എന്താ ചെയ്യാന്ന് പുസ്തകത്തിൽ എഴുതിയിട്ടില്ല. ചെല്ലി ശീലമുള്ളവർക്ക് ചെല്ലാൻ വയ്യാണ്ട് കേൾക്കുക പതിവില്ലേ, കേൾക്കാൻ വന്ന. അപ്പോഴാണ് മനസ്സിലായത് ഈ ഉണ്ണി ഇവിടെ ചെല്ലുന്നതൊക്കെ സഹസ്രനാമാണെന്ന്. അപ്പോഴാണ് ഹിരണ്യകശിപുവിന് മനസ്സിലായത്. ശിവശിവ, എന്താണോ തൻ്റെ നാട്ടിൽ താൻ നിരോധിച്ചത് അത് തൻ്റെ മൂക്കിന്റെ ചോട്ടില് ഭംഗിയായിട്ട് നടക്കണോ. നാട്ടിൽ നിരോധിച്ചത് തൻ്റെ മൂക്കിന്റെ താഴെയാണേ. തൻ്റെ പുത്രനല്ലേ ചെല്ലണത്. എന്തല്ലേ ചെയ്യും? വേലി തന്നെ അത് വല്ലാത്ത തിന്നലായിപ്പോയി. എന്ത് വേലി കെട്ടിയത് പശു തിന്നാണ്ടിരിക്കാൻ. അപ്പൊ വേലി തന്നെ ഇറങ്ങി തിന്നാൻ തുടങ്ങിയ പിന്നെ എന്ത് കാര്യമുണ്ടല്ലേ? അതിനേക്കാളും നല്ലത് ഇതല്ലേ. അപ്പൊ ഇവിടെ താൻ എന്തെല്ലാം നാട്ടിൽ നിരോധിച്ചു അതൊക്കെ തൻ്റെ കുടുംബത്തിൽ നടക്കണു. ഹിരണ്യകശിപു വിചാരിച്ചു ഉണ്ണിയല്ലേ, വിവരല്ലേ, അയോണ്ടാവും, സാരല്ലേ, കൊണ്ടുപോയി പഠിപ്പിക്കുക. പഠിപ്പൊക്കെ കഴിയുമ്പോൾ കുട്ടിക്കാലത്തെ വിവരക്കടക്കം ഇങ്ങോട്ട് പോകുമല്ലോ, നന്നായിട്ട് പഠിപ്പിക്കുക. അപ്പൊ അങ്ങനെ ചിന്തിച്ചു, എവിടെയപ്പോ പഠിപ്പിക്കുന്നതിന് നല്ല മട്ടമാതിരി ആസുര സമ്പ്രദായം എവിടെ നിന്ന് പഠിപ്പിക്കും? ആലോചിച്ച് നോക്കിയപ്പോൾ ഹിരണ്യകശിപു ഇങ്ങനെ കുറെ ചിന്തിക്കണോ, നല്ലൊരു മട്ടമാതിരിയുള്ള ദിക്കിൽ പഠിപ്പിക്കണ്ടേ. അന്നിങ്ങനെ ആലോചിച്ചപ്പോ ഹിരണ്യകശിപു അന്നിപ്പോ ആ നാട്ടില് കേമായ ഒരു സ്കൂൾ എന്ന് പറഞ്ഞാല് നമ്മുടെ ശുക്രാചാര്യ വിലാസം ഹയർ സെക്കൻഡറി സ്കൂളാ. നമ്മുടെ ശുക്രാചാര്യന്റെ ഗുരുകുലേ. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോവാ ഉണ്ണി. അവിടെ ആവുമ്പോൾ KG മുതൽ PG വരെ അവിടെ ഉണ്ട്. അപ്പൊ കുട്ടിക്കാലത്ത് അവിടെ കൊണ്ടുപോയി ചേർത്താൽ മുഴുവനും പഠിപ്പ് കഴിഞ്ഞിട്ടേ ഇങ്ങോട്ട് പോരുള്ളൂ. അപ്പൊ അന്ന് അങ്ങനെ ആവട്ടെ. അപ്പൊ ഈ വർത്തമാനം ഹിരണ്യകശിപു മകനെയും കൊണ്ട് ഇവിടേക്ക് പഠിപ്പിക്കാനായിട്ട് ഗുരുകുലത്തിലേക്ക് കൊണ്ടുവരുന്നുണ്ട് എന്ന് ഈ ശുക്രാചാര്യരുടെ മഹാകേമനാണല്ലോ. അദ്ദേഹത്തിന് ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലായി. അദ്ദേഹത്തിന് അറിയാം ഈ കുട്ടിയെ ഇനി ഇവിടേക്ക് കൊണ്ടുവന്നാൽ പഠിപ്പിക്കേണ്ടതൊക്കെ മറ്റേ ജാതിയാ. മറ്റേ ജാതി ചെന്താ രണ്ടാന്തരം ജാതിയാണേ. അതൊന്നും അദ്ദേഹത്തിന് ശീലമില്ല. അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു? പുത്രന്മാര് 2 പേര് ശണ്ടാമർക്കന്മാര് പുത്രന്മാരെ ഗുരുകുലം ഏൽപ്പിച്ചു കൊടുത്തിട്ട് മഹർഷി എവിടേക്കോ പോയി കുറച്ചു കാലത്തേക്ക് ലീവ് എടുത്ത് പോയി. മക്കളെ ഏൽപ്പിച്ചു കൊടുത്തു, നിങ്ങൾ നോക്കിക്കോളൂ സ്കൂളെന്നും പറഞ്ഞു. അങ്ങനെ ശണ്ടാമർക്കന്മാര് ഗുരുപുത്രന്മാര് ഗുരുകുലം പരിപാലിക്കുന്ന കാലത്ത് നമ്മുടെ ഹിരണ്യകശിപു പുത്രനായ പ്രഹ്ലാദനെയും കൊണ്ട് ഗുരുകുലത്തേക്ക് ചെന്നു. ഗുരുകുലത്തിൽ കൊണ്ടുപോയി ഉണ്ണി അവിടെ ചേർക്കലൊക്കെ കഴിഞ്ഞു. ഗുരുനാഥന്മാരോട് പറയും ചെയ്തു, കാണണം മട്ടൊന്നുമല്ല കേട്ടോ, അതിന്റെ സ്വഭാവം മഹാമോശാണ്, എല്ലാം ചീത്തത്തേ ഉള്ളൂ കയ്യില്, മഹാമോശാണ് അതിന്റെ സ്വഭാവേ. പറഞ്ഞു എന്തൊക്കെയാ ചീത്തത്തുള്ളത്? 2 ചീത്തത്തേ ഉള്ളൂ എന്നും പറഞ്ഞു. എന്തൊക്കെയാ 2 ചീത്തത്തം? ഒന്ന് പറയണതും ചീത്ത, 2 ചെയ്യണതും ചീത്ത എന്നും പറഞ്ഞു. ഇനിയിപ്പോ എന്ത് ചീത്തത്താ വേണ്ടത്? അങ്ങനെയാണ് അതിന്റെ മട്ടം മാതിരി. അതുകൊണ്ട് അതൊക്കെ ഒന്ന് മാറ്റി നമ്മുടെ മട്ടാക്കിയിട്ട്
പഠിപ്പിക്കണേ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഈ രണ്ട് മാഷന്മാരും കൂടിയിട്ട് ഈ ഉണ്ണിയെ അവിടെ സ്വീകരിച്ചിരുത്തിയിട്ട് വേണ്ട മാതിരി ആസുര സമ്പ്രദായങ്ങൾ പഠിപ്പിച്ചു. ആസുര സമ്പ്രദായങ്ങളൊക്കെ പഠിപ്പിച്ചിരിക്കുന്ന സമയത്ത് കുറച്ചുകാലൊക്കെ പഠിപ്പൊക്കെ കഴിഞ്ഞു. പഠിപ്പൊക്കെ കുറച്ച് ദിവസം ഒരു അവധി ഉണ്ടായ കാലത്ത് ഒരു ദിവസം ഉണ്ണിയെ കൊട്ടാരത്തേക്ക് കൊണ്ടുപോകുന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു. അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ ഹിരണ്യകശിപു ഉണ്ണിയെ ഇങ്ങോട്ട് എടുത്ത് മടിയിലേക്ക് ഇരുത്തിയും മൂർധാവിലൊരു ഉമ്മ കൊടുത്തു. താടിക്കൊന്ന് നുള്ളി, കവിളത്തൊന്ന് പിടിച്ച് തലോടി, എന്നിട്ട് താടി പിടിച്ചൊന്ന് കുലുക്കി. ആദ്യത്തെ ചടങ്ങൊക്കെ കഴിഞ്ഞു. ഉണ്ണിയോട് ചോദിച്ചു, ഉണ്ണി ഇത്രയും കാലം ഗുരുകുലത്തിൽ പഠിച്ചില്ലേ, പഠിശയിലേക്ക് നല്ലതൊന്നും ചൊല്ലു കുമാര, ഒന്ന് കേൾക്കാനാണ് എന്നും പറഞ്ഞു. അപ്പൊ പഠിശയിലേക്ക് നല്ലതൊന്നും ചൊല്ലു എന്ന് പറഞ്ഞപ്പോൾ ആ ഉണ്ണി പറഞ്ഞു, അച്ഛാ ഞാൻ പഠിശയിലേക്ക് നല്ലത് എന്താണെന്നറിയോ? അതായത് ഇപ്പൊ ഇത്രയും കാലം ഗുരുകുലത്തിൽ വെച്ച് പഠിശയിലേക്ക് കേമായത് തൽ സാധുമന്യേ, അതാണ് കേമായിട്ട് തോന്നണത്. ഏത് നോക്കൂ, നമ്മൾ ഈ വെപ്രാളൊക്കെ ആയിട്ട് സമുദ്വിഗ്നധിയാം അസദ്ഗ്രഹാൽ, ഈ വെപ്രാളായിട്ട് ഇങ്ങനെ ഓടിപ്പാഞ്ഞ് നടക്കണ കൂട്ടത്തിലെ ഹിത്വാത്മപാതം ഗൃഹമന്ധകൂപം വനം ഗതോ യൽ ഹരിമാശ്രയേത, അതാണ് നല്ലത്. എന്ത്? വനം ഗതോ യൽ ഹരിം ആശ്രയേത, അതായത് കാട്ടിൽ ചെന്നിട്ട് ഭഗവാനെ ആശ്രയിക്കുക സർവാത്മന. അല്ലാതെ നമ്മൾ ഈ ഗൃഹമാകുന്ന അന്ധകൂപത്തിൽ ചെന്ന് ചാടി മുഴുകി മുങ്ങി പുറപ്പെട്ടാൽ കഥയും ബോധം വിവരവും ഉണ്ടാവില്ല. എല്ലാം അവിടെ സമർപ്പിച്ച് ഭഗവാന്റെ തൃപാദത്തിൽ സമർപ്പിച്ചിട്ട് എന്ത് ചെയ്യണം? ആ തൃപാദത്തിലേക്ക് അങ്ങോട്ട് നമസ്കരിച്ച് ഭഗവാനെ സർവാത്മന ആശ്രയിക്കുക. ഇതാണ് ഞാൻ പഠിച്ചതിലേക്ക് നല്ലത്. ഇത് കേട്ടപ്പോൾ ഹിരണ്യകശിപുവിന് വലിയ വിദ്വേഷം. എന്താ കാരണം? ഈ അന്തല്യായ ഇല്ലേണ്ടയാക്കാനാണ് ഇതിനെ എവിടെ കൊണ്ടുപോയി പഠിപ്പിച്ചത്? ഗുരുകുലത്തിൽ. അപ്പം അതിന് അന്തല്യായ കൂടി വരികയാണേ. അപ്പം ഈ മാഷന്മാരെ, ശണ്ടാമർക്കന്മാർ, ഗുരുനാഥന്മാരില്ലേ, ആ ശണ്ടാമർക്കന്മാർ ഗുരുനാഥന്മാരെ വിളിച്ചു വരുത്തിയിട്ട് ചോദിച്ചു, എന്തൊക്കെയാ നിങ്ങൾ ഈ കുട്ടിയെ വേണ്ടാത്തരം പഠിപ്പിച്ചത് എന്ന് ചോദിച്ചേ. അപ്പം ഈ ഗുരുനാഥന്മാർ പറഞ്ഞു, ഞങ്ങൾ ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. അവർ സിലബസിൻ്റെ കോപ്പിയൊക്കെ ആയിട്ടാണ് വന്നത്, കാണിച്ചു കൊടുത്തു. ഇതേ പഠിപ്പിച്ചിട്ടുള്ളൂ. ധർമ്മം, അർത്ഥം, കാമം. യൂണിറ്റ് 1 ധർമ്മ. എന്താ ഈ ധർമ്മം? അസുരന്മാരുടെ ധർമ്മം എന്ന് പറഞ്ഞാൽ മറ്റവന്റെ കുപ്പായ കീശയിൽ ഇരിക്കുന്ന നമ്മുടെ കുപ്പായ കീശയിലേക്ക് ആക്കണതിന്റെ പേരാണ് എന്ത്? ധർമ്മം. അർത്ഥം എന്ന് പറഞ്ഞാൽ അങ്ങനെ തരായതിന്റെ പേരൊക്കെ അർത്ഥം. കാമം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അനുഭവിക്കുന്ന കാമങ്ങള്. മോക്ഷമൊന്നും അസുരന്മാർക്കില്ല. ഈ 3 പുരുഷാർത്ഥങ്ങളെ ഇവർക്കുള്ളൂ. ഇതാണ് ഞങ്ങൾ പഠിപ്പിച്ചത്. അപ്പൊ കൂടെയുള്ള കുട്ടികളോട് ചോദിച്ചപ്പോൾ ആ കുട്ടികളും പറഞ്ഞു, എന്താ ശരി തന്നെയാണ്, മാഷന്മാര് പഠിപ്പിച്ചത് ഇതാണ്. ഈ ഉണ്ണി പറയുന്നതൊന്നും മാഷന്മാര് പഠിപ്പിച്ചതല്ല എന്ന് കുട്ടികൾ തെളിവ് കൊടുത്തപ്പം ആർക്ക് വിശ്വാസമായി? ഹിരണ്യകശിപുവിന്. അപ്പൊ ഈ ഹിരണ്യകശിപു ഇങ്ങനെ രാജാവ് ഈ ഗുരുനാഥന്മാരെ ഇങ്ങനെ വല്ലാതെ വിഷമിപ്പിക്കുകയല്ലേ. അപ്പം അത് കേട്ടപ്പം പ്രഹ്ലാദൻ പറഞ്ഞു, എനിക്കിതേ ആരും പഠിപ്പിച്ചൊന്നൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഗുരുനാഥന്മാർ തൽക്കാലമൊക്കെ രക്ഷപ്പെട്ടു. അവിടെ നിന്ന് എന്താ വെച്ചാൽ ഇനിയിപ്പോൾ എന്താ ഇതിന് ചെയ്യുക? ഒരു നിവൃത്തിയില്ല. ഇവിടെ നിർത്തിയിട്ടൊന്നും കാര്യമില്ല. ഗുരുനാഥന്മാരോട് പറഞ്ഞു, നിങ്ങളെ കൊണ്ടുപോയിക്കോളൂ. കൊണ്ടുപോയിട്ട് പകല് മുഴുവനും നല്ലോണം പഠിപ്പിക്കുക, രാത്രിയിലോ പ്രത്യേകമായിട്ട് പഠിപ്പിക്കുക. 2 നേരം കൂടി ആവുമ്പോൾ എന്തായാലും പകലും രാത്രിയും കൂടി ആവുമ്പം അങ്ങോട്ട് മുഴുവനും നമ്മുടെ മട്ടിൽ പഠിച്ചോളൂല്ലോ. അങ്ങനെ ഗുരുകുലത്തിൽ കൊണ്ടുപോയി വീണ്ടും രാത്രിയും പകലായിട്ട് ഇങ്ങനെ ആവർത്തിച്ച് പഠിപ്പിച്ചു. അങ്ങനെ കുറേ പഠിച്ചു കഴിഞ്ഞ സമയത്ത് എന്താ ഉണ്ടായത്? ഒക്കെ കഴിഞ്ഞ് കുറെ കാലം പഠിപ്പൊക്കെ കഴിഞ്ഞ് രാത്രിയും പകലും കൂടിയുള്ള പഠിപ്പ് കഴിഞ്ഞിട്ട് ഒരിക്കലും എന്താ ചെയ്തു വെച്ചാൽ ഉണ്ണിയെ കൊട്ടാരത്തേക്ക് വരുത്തി. ആ തവണ ചെന്നത് അമ്മയുടെ അടുത്തേക്കാണ് ചെന്നത്. അമ്മയുടെ അടുത്ത് ചെന്നു. അമ്മ കുളിപ്പിച്ചു, കുപ്പായ ഇടിയിച്ചു, പൊട്ടും ചാന്തൊക്കെ തൊടിയിച്ചു, ആഹാരമൊക്കെ കഴിപ്പിച്ചു, നല്ലോണം വസ്ത്രമൊക്കെ വിസ്തരിച്ച് ഉടിപ്പിച്ചതിന്റെ ശേഷം സുന്ദരനാക്കിയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് പറയേണ്ട വർത്തമാനങ്ങളും പറഞ്ഞു. ഉണ്ണി അച്ഛൻ്റെ അടുത്തേക്ക് പോയിക്കോളൂ. അച്ഛൻ എന്തെങ്കിലുമൊക്കെ വർത്തമാനം ചോദിക്കുക, എന്ത് ചോദിച്ചാലും ഉണ്ണി എന്ത് പറഞ്ഞാൽ മതി. അച്ഛനാണേ വലിയ ആള്, അച്ഛനാണേ വലിയ. എന്ത് ചോദിച്ചാലും അത് മഴയൊക്കെ ഉണ്ടോ ഉണ്ണി? അച്ഛനാണേ വലിയ ആള്. ഉണ്ണി എപ്പോഴേ വന്നത്? രാവിലെ എന്നെ വന്നു. അച്ഛനാണേ വലിയ ആള്. ചോദ്യം എന്താ ചോദിച്ചത്? ഉത്തരം എന്ത് പറഞ്ഞാൽ മതി? അച്ഛനാണേ വലിയ. എന്താ കാരണം? അച്ഛനത് കേൾക്കാനേ ഇഷ്ടമുള്ളൂ, വേറെ ഒന്നും ഇഷ്ടമല്ല. അപ്പൊ അവിടെ ചെന്ന് അന്തല്യായ പറഞ്ഞ് ആപത്തുണ്ടാക്കണ്ടെന്ന് അമ്മ പാപ അമ്മയ്ക്കല്ലേ അറിയുള്ളൂ ഇയാളുടെ സ്വഭാവം. അതുകൊണ്ടാ പറഞ്ഞു കൊടുത്തത്. ഈ ഹിരണ്യകശിപുവിന്റെ അടുത്തേക്ക് ചെന്ന കുമാരൻ അടുത്തേക്ക് ഇങ്ങോട്ട് ചെന്നു. ഹിരണ്യകശിപു മടിയിലേക്ക് ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ട് മൂർധാവിൽ ഉമ്മ കൊടുത്തു. ഇല്ലേ, കവിളത്ത് നുള്ളി താടി പിടിച്ച് കുലുക്കി. അങ്ങനെ സന്തോഷം കൊണ്ടൊന്നും പറയണ്ട. ആസിഞ്ചൽ വികസൽ വക്രം ഇത് മാഹ. അങ്ങനെ ആനന്ദക്കണ്ണീരൊഴുക്കി കൊണ്ട് ഉണ്ണിയോട് ചോദിച്ചു, പ്രഹ്ലാദ ഉണ്ണിയെ, പ്രഹ്ലാദനുച്യതാം താത സ്വധീതം കിഞ്ചിതുത്തമം കാലേനൈതാവതായുഷ്മൻ യദശിക്ഷൽ ഗുരോർഭവാൻ. പ്രഹ്ലാദനുണ്ണി ഇത്രയും കാലം ഗുരുകുലത്തിലിരുന്ന്
പല കേമായതും പഠിച്ചില്ലേ, ആ പഠിച്ചതിലേക്ക് കേമായതൊന്ന് ചൊല്ലു ഉണ്ണി എന്ന് പറഞ്ഞു. ഉണ്ണി ഇത് കേട്ടപ്പം വിചാരിച്ചു, കഴിഞ്ഞ തവണ ചൊല്ലിയതൊന്നും അച്ഛനെ ഒട്ടും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല, ഇത്തവണ നല്ലോണം ഒന്ന് ചൊല്ലി കൊടുക്കുക കേമായിട്ട്. ഉണ്ണി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ചൊല്ലാൻ പോവുകയാണ് അച്ഛൻ, അതാ കേട്ടോളൂ ഞാൻ ചൊല്ലണോ എന്ന് പറഞ്ഞു. ഉണ്ണി പറഞ്ഞു, ശ്രവണം. ഹിരണ്യകശിപുവിന് സന്തോഷമായി. ശരി തന്നെയാണ്, എന്താ കാരണം, നാട്ടിൽ മുഴുവൻ പാരുടെ വർത്തമാനമാണ് കേൾക്കണത്. ഹിരണ്യായ നമ, ഹിരണ്യാക്ഷന്റെ വർത്തമാനല്ലേ കേൾക്കണത്. ശരി, സന്തോഷായി. കീർത്തനം, നേരെ തന്നെയാണ്, എല്ലാവരും ഭാര്യയെ കീർത്തിക്കണത്, തന്നെ കീർത്തിക്കണം. അതിൻ്റെ ഇടയ്ക്കൊരു വാക്കുണ്ട്, അതങ്ങോട്ട് മെഴുങ്ങിക്കോളൂ. സംസ്കൃതം ആയതുകൊണ്ട് എവിടെ ചേർത്താലും അർത്ഥം കിട്ടും. ശ്രവണം, കീർത്തനം, പിന്നെ സ്മരണം. ആ സ്മരണം ശരി തന്നെയാ, എല്ലാവരും ഭാര്യയെ സ്മരിക്കണത്. അച്ഛന്റെ കൊമ്പം കിരീടം കൊമ്പം മീശ ഇങ്ങനെ സ്മരിക്കണോ. പിന്നെ പാദസേവനം, അതും ശരിയാ, അച്ഛന്റെ പാദങ്ങളല്ലേ ദേവേന്ദ്രാദികൾ പോലും സേവിക്കണത് സമ്മതിച്ചു. അർച്ചനം, ദേവേന്ദ്രൻ ഇവിടെ വന്നിട്ടാണ് രാവിലെ പൂക്കളൊക്കെ കൊണ്ടുപോയി കാലുമ്പിലിടുന്നത്, ശരി തന്നെയാ, സമ്മതിച്ചു, നന്നായി. വന്ദനം, സംശയില്ല, എല്ലാവരും ഇവിടെ വന്നിച്ചിട്ടല്ലേ പോണത്, ദേവന്മാര് വരെ ആരുടെ പാദത്തിലാണ് വന്ദിക്കണത്. ഹിരണ്യകശിപുര് അതൊക്കെ തന്നെ നന്നായി. മാത്രം ദാസ്യം, സംശയില്ല, എല്ലാവരും ആരുടെ ദാസന്മാരാണ്. അപ്പം ഹിരണ്യകശിപുല്ലേ ലോകം വാഴുന്നത്, ദാസന്മാരെ സമ്മതിച്ചു. സഖ്യം പോരാ, ആത്മനിവേദനം, സർവസ്വം അച്ഛന്റെ കാലത്തിൽ വെച്ച് തൊഴുക. ഇതൊക്കെയാണ് ആര് കണക്കി കൂട്ടുന്നത്? ഹിരണ്യകശിപു കണക്കിൽ കൂട്ടണതേ. അതിൻ്റെ ഇടയ്ക്കല്ലേ ഈ ഉണ്ണി എന്ത് പറഞ്ഞത്? വിഷ്ണോഹ. ആയിപ്പോയി. എന്താ ഇതൊക്കെ വിഷ്ണുവിന്റെ അത്രേ? ഇപ്പൊ പറഞ്ഞ എന്താന്നാണ്? വിഷ്ണുവിന്റെ കഥയാ പറയുന്നത്. എങ്ങനെ? അതല്ലേ പറഞ്ഞു. ശ്രവണം, കീർത്തനം, വിഷ്ണോഹ, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം. ഇതി പുംസാർപ്പിതാ വിഷ്ണൗ ഭക്തിശ്ചേന്നവലക്ഷണാം ക്രിയതേ ഭഗവത്യദ്ധാ തന്മന്യേ അധീതമുത്തമം. ശ്രവണം, ഭഗവാന്റെ മഹിമകൾ ധാരാളമായിട്ട് കേൾക്കുക, ഭഗവാന്റെ നാമസങ്കീർത്തനത്തിൽ മുഴുകുക, ഭഗവാന്റെ തൃപ്പാദത്തെ സദാഹൃദയത്തിൽ ഉറപ്പിച്ച് സ്മരിക്കുക, ആ പാദപത്മങ്ങളെ നിരന്തരം സേവിക്കുക, അവിടെ അർച്ചന കഴിച്ച് വന്ദിക്കുക. മാത്രല്ല ഭഗവാന്റെ ദാസനാണേ ഞാൻ എന്ന ഭാവേന പുറപ്പെടുക. ഒടുക്കം സഖീഭാവത്തിലേക്ക് പ്രവേശിച്ചിട്ട് സർവസ്വം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിച്ചിട്ട് നാരായണായേതി സമർപ്പയാമി, നാരായണന്റെ പാദത്തിലെല്ലാം സമർപ്പിക്കുകയാണ് എന്ന ഭാവേന സർവസ്വം ആ പാദത്തിൽ സമർപ്പിക്കുക. ഇതാണ് ഒരു മനുഷ്യന് ഈ ജന്മം കൊണ്ട് ഉണ്ടാവേണ്ടതായ നവധാ ഭക്തിയുടെ സ്വരൂപം എന്നാര് പറഞ്ഞു? ഈ ഹിരണ്യകശിപുവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഈ കുമാരൻ അങ്ങോട്ട് പറഞ്ഞു. ഹിരണ്യകശിപുവിന് ഇത് ഇങ്ങോട്ട് കേട്ടപ്പം സഹിച്ചില്ല. എന്തേ കാരണം? ഏതൊന്നും ഇല്ലാതെ കണ്ടാക്കാനാണോ താൻ ഈ കുമാരനെ ഈ ഗുരുകുലത്തിൽ കൊണ്ടുപോയി പഠിപ്പിച്ചത്? ആ ദുരിതം ഇതിന് കൂടുക ചെയ്തത് കുറയല്ല ഉണ്ടായത്. അസഹ്യമായ കോപതാപങ്ങളോട് കൂടിയിട്ട് തൻ്റെ മടിയിലിരിക്കുന്ന ശിശുവിനെടുത്ത് ഒരു ഏറങ്ങോട്ട് കൊടുത്തു. ആ ഉണ്ണി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് പുറത്തേക്ക് പോയിച്ചാൽ ഉരകുത്തി വീഴൊന്നും ഉണ്ടായില്ല. ഭൂമിദേവി അതിനെ രക്ഷിച്ച് അനുഗ്രഹിച്ചു. ഹിരണ്യകശിപു ആ ഗുരുനാഥന്മാരെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്താ നിങ്ങൾ ഇതിനെ പഠിപ്പിച്ചേക്കണത്? വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചേക്കണു. ഗുരുകുലത്തു നിന്ന് വന്ന ഗുരുനാഥന്മാര് വല്ലാതെ വറച്ച് വിഷമിച്ചിട്ട് പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങൾ പഠിപ്പിച്ചതല്ല, ഞങ്ങൾ ആരും ഇതിനൊന്നും പഠിപ്പിച്ചിട്ടില്ലേ, ഇതിന് ജന്മനാ ഉള്ളതാണേ. അവരങ്ങോട്ട് നിലവിളിച്ചു. എന്താ കാരണം? ഇവൻ എന്തിനും പഠിക്കാത്തവനാണ്, ഗുരു ശിഷ്യൻ എന്നുള്ള ബോധമുള്ളവനൊന്നും അല്ല ഹിരണ്യകശിപു. നിവൃത്തിയില്ലാണ്ട് അവര് മരണമാണ് വരണത് എന്ന് കണക്കാക്കിയിട്ട് അങ്ങോട്ട് തൊഴുതു. അപ്പോഴാണ് ഈ ഹിരണ്യകശിപുവിന്റെ മുമ്പിൽ ഈ ഗുരുനാഥന്മാരിങ്ങനെ വിഷമിച്ച് നിൽക്കണത് കണ്ടപ്പം പ്രഹ്ലാദന് മനസ്സിലായി, താൻ കാരണമാണ് ഈ ഗുരുനാഥന്മാരിങ്ങനെ വിഷമിക്കണത്, അവർക്കൊരു വിഷമം ഉണ്ടാവരുത് എന്ന് കണക്കാക്കിയിട്ട് ആ ഉണ്ണി എന്ത് ചെയ്തു? ഉണ്ണി പറഞ്ഞു, അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇത് ഗുരുനാഥന്മാര് പഠിപ്പിച്ചതൊന്നുമല്ല, എനിക്ക് ജന്മനാ അങ്ങനെയുണ്ട്, ഇതെന്റെ ജന്മസിദ്ധമായ സമ്പ്രദായമാണ് എന്ന് പറഞ്ഞു. അപ്പൊ തൽക്കാലം ഗുരുനാഥന്മാരെ രക്ഷപ്പെട്ടു. ഇനിയൊരു കാര്യം, ഇതിനെ നിർത്തിയിട്ട് കാര്യമില്ല. എന്തായാലും നമ്മൾ ചീഞ്ഞ ഭാഗം മുറിച്ച് കളയാന്നല്ലേ പതിവ്, അല്ലാതെ അത് ഇരുത്തി തന്നെ അല്ലാത്ത ഭാഗം കൂടി ചീഞ്ഞ് നാറിപ്പോവില്ലേ? അതുകൊണ്ട് ഇതിനെ കൊല്ല് തന്നെയേ പറ്റുള്ളൂ. അങ്ങനെ പട്ടാളക്കാരെ വിളിച്ച് അതിനെ കൊല്ലാനായിട്ട് കയ്യും കാലും കൂട്ടി കെട്ടി, അരയിലൊരു കല്ലും കെട്ടി ഒരു അമ്മിയും കെട്ടിയിട്ട് എന്ത് ചെയ്തു? കുന്നിന്റെ മുകളിൽ നിന്ന് ഉരുട്ടി കടലിലേക്ക് അങ്ങോട്ട് ഇട്ടു. ആ കടലിൽ എങ്ങനെയെങ്കിലും മുങ്ങി ചത്തോളം പൊന്തി വരൂല, അമ്മി കല്ലുണ്ടല്ലോ അരയിലെന്ന് ഇരിച്ചിട്ട്. ഇതാണെങ്കിൽ അരയിൽ കെട്ടിയ കല്ലിന്റെ കൂടെ ഉരുണ്ട് മറിഞ്ഞ് അങ്ങോട്ട് പോയി കടലിന്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയി. കടലിന്റെ അടിയിലേക്ക് അങ്ങോട്ട് പോയി. അപ്പോഴേക്ക് നാഗലോകമാണല്ലോ കടലിന്റെ അടിയില്. നാഗലോകത്ത് ഈ കുമാരൻ വന്നത് കണ്ടപ്പോഴേക്ക് ഈ നാഗഭഗ്നിമാരായ സ്ത്രീകളൊക്കെ വലിയ കാര്യം, അവരൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഈ ഉണ്ണിയുടെ മഹിമ നാരദരൊക്കെ പറഞ്ഞിട്ടേ, അല്ലാതെ എന്തുണ്ടായിട്ടില്ല.
ഒരിക്കലും കണ്ടിട്ടില്ല. ഇപ്പൊ ആദ്യമായിട്ടാണ് ആരെയെ കാണണത്? ഈ കുമാരനെ കാണണതേ. അപ്പൊ ആ സന്തോഷം കൊണ്ട് അവർ വല്ലാതെ ആ ഉണ്ണി അങ്ങോട്ട് കൊണ്ടുവന്ന് കൊണ്ടാടി വേണ്ട മാതിരി വസ്ത്രങ്ങളും ഭക്ഷണവും ആസവങ്ങളും രസായനങ്ങളും വിശേഷപ്പെട്ട ദ്രവ്യങ്ങളൊക്കെ കൊടുത്തങ്ങോട്ട് സന്തോഷിപ്പിച്ചു. ഇങ്ങനെ ഈ സന്തോഷിപ്പിച്ചതിൻ്റെ ശേഷം അവരെന്ത് ചെയ്തു? കുമാരനെ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് അണിയിച്ചൊരുക്കിയിട്ട് എവിടേക്ക് തന്നെ അയച്ചു? തിരിച്ചയച്ചു. ഇപ്പൊ ഹിരണ്യകശിപു വിചാരിച്ചോ കല്ല് കെട്ടി താഴ്ത്തി ചത്തുപോയില്ലോ ഭാഗ്യം എന്ന് വിചാരിച്ച് സന്തോഷിച്ചിരിക്കുന്ന സമയത്താണ് ഈ കുമാരൻ മൂന്നാമത്തെ ദിവസം കടലിൽ നിന്ന് അങ്ങനെ മുണ്ട് മുക്കി പിഴിഞ്ഞ് കുടഞ്ഞ് അങ്ങനെ പിഴിഞ്ഞു കുടഞ്ഞു കൊടുത്തിട്ട് അതാ വരുന്നു. അച്ഛാന്ന് ഹിരണ്യകശിപു അത്ഭുതപ്പെട്ടു. കല്ല് കെട്ടി താഴ്ത്തിയതാണ് പറഞ്ഞത്. എന്താവോ അത് ചത്തില്ലേ? എന്തേ പറ്റിയത്? ഒന്നും മനസ്സിലായില്ല. ഏതായാലും കല്ല് കെട്ടി താഴ്ത്തിയിട്ട് ചാവണല്ലേ എന്നൊരു കാര്യം ചെയ്യാം, നമുക്ക് എന്ത് ചെയ്യാം, വിഷം കൊടുത്ത് കൊല്ലാന്ന് വിചാരിച്ചു. നല്ലോണം കുറച്ച് കഠിനമായ വിഷം കണ്ട് കലക്കിയിട്ട് ഉണ്ണിക്കും കൂടെ കൊടുത്ത് കുടിക്കേ എന്നും പറഞ്ഞു. വിഷാണെന്ന് പറഞ്ഞിട്ട് തന്നെയാണ് കൊടുത്തത്. ഈ വിഷം കണ്ട് വാങ്ങിയിട്ട് നല്ലോണം കണ്ട് കലക്കിയിട്ട് നല്ലോണം ഭഗവാനെ സ്മരിച്ചൊരു തുള്ളി ശ്രീകൃഷ്ണാർപ്പണമസ്തു ആർക്ക് കൊടുത്തു? ഭഗവാനും. ശ്രദ്ധിക്കാനിട്ട് മൊബൈൽ ഫോണിലെ ശബ്ദം ഉണ്ടാക്കരുത് കേട്ടോ. ഇവിടെ ഇരുന്ന് പണി ചെയ്യരുത്, വേറെ എവിടെയും പോയിരുന്ന് ചെയ്തോളൂ. ഇവിടെ ഭാഗവതാണ് പറയണത്, അത് ശ്രദ്ധിക്കാൻ മോഹമില്ലാത്തവര് ഇവിടെ മൊബൈലിൽ കുത്തിയിരിക്കരുത്. വേറെ എവിടെയെങ്കിലും പോയി കുത്താലോ ഒരു വിഷമമില്ല. വളരെ മഹാമോശമായ നിന്ദയാണ് അതൊക്കെ. കുട്ടികൾക്ക് വിവരമില്ലെങ്കിൽ മുതിർന്നവരത് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കുറച്ച് നേരമായി നമ്മൾ കേൾക്കുന്നു, 2-3 തവണ നമ്മൾ അങ്ങോട്ട് നോക്കി. ശ്രദ്ധിക്കൂ, ഇതൊന്നും നമ്മളെവിടെയും കാണാത്ത അത്ഭുതങ്ങളാണ് കാണുന്നത്. ഇതെങ്കിലും ചുരുക്കി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. മനസ്സ് മടുക്കും ഇതൊക്കെ കാണുമ്പോൾ. പ്രത്യേകം ധരിച്ചോളൂ, മുമ്പ് ഇവിടെ എങ്ങനെയൊക്കെയാണോ ഉണ്ടായത് നമുക്കറിയില്ല. അതിൽ നമുക്കിതൊക്കെ ആദ്യമാണ്. അപ്പൊ ഏതായാലും ഈ കുമാരനെ വിഷം കൊടുത്ത് കൊല്ലാനായിട്ട് പുറപ്പെട്ടിട്ട് വിഷം അങ്ങോട്ട് കൊടുത്തു. അത് ഭഗവാന് സമർപ്പിച്ചിട്ട് പ്രസാദമായിട്ട് ആ ഉണ്ണി അങ്ങോട്ട് കഴിച്ചു. സാധാരണ വിഷം കഴിച്ചാൽ മരിക്കുകയെ ചെയ്യുക. പക്ഷെ ഈ കുമാരന് ആ വിഷമൊന്നും ബാധിച്ചില്ല ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്. അതെന്ത് ചെയ്തു? പൂർവാധികം ശക്തിയോട് കൂടിയിട്ട് അച്ഛൻ്റെ മുമ്പിലേക്ക് വന്നു. ഹിരണ്യകശിപുവിന് മനസ്സിലായി, ഇത് കൊന്നാലൊന്നും ചാവില്ല. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? കൊമ്പനാനയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് കയ്യും കാലും കൂട്ടിക്കെട്ടിയിട്ട് കൊമ്പനാനയുടെ കാൽക്കൽക്ക് ഇട്ട് കൊടുത്തു. ആ കൊമ്പനാനയുടെ കാൽക്കൽ കൊമ്പനാന ചവിട്ടിയിട്ട് പോലും ആ കുമാരനൊരു ആപത്തും ഉണ്ടായില്ല. ഈ വിധം പലതരത്തിൽ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടും ഒരു തരത്തിലും ഈ കുമാരന് ഒരു ഭംഗം അല്ലെങ്കിൽ ഒരു ലവലേശം ഒരു പരിക്ക് പോലും ഏറ്റില്ല എന്ന് കണ്ട് ഈ ഹിരണ്യകശിപുവിന് വലിയ പരിഭ്രമായി. ഹിരണ്യകശിപു പറയുകയും ചെയ്തു. എന്തേ പറഞ്ഞു എന്നാണെങ്കിൽ, ഇതിവിടെ എത്ര തരത്തിൽ എന്തൊക്കെ തരത്തിൽ ഇതിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചു. ആ ഹിരണ്യകശിപു പറഞ്ഞ വർത്തമാനം, ഈ കുമാരൻ സാധാരണക്കാരനല്ല. അപ്രമേയാനുഭാവോയം അകുതശ്ചിൽ ഭയോ മരാ നൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിതാനവ. അതല്ലേ പറയണത്, അപ്രമേയനാണ് ഈ കുമാരൻ. നമ്മുടെ അളവുകൊണ്ട് പിടുത്തം കിട്ടില്ല. മാത്രല്ല അകുതശ്ചിൽ ഭയ, ഒരു ദിക്കിന്നും ഇതിന് ഭയമില്ല. ഒരു കാരണം കൊണ്ടും ഭയം തോന്നണമില്ല. അമരനാണ്, കൊന്നിട്ട് ചാവണമില്ല. ഒരു കാര്യം, നൂനമേതൽ വിരോധേന, ഈ കുമാരനോടുള്ള വിരോധം കണ്ടായിരിക്കും മൃത്യുർമേ ഭവിതാനവ, എനിക്ക് ചിലപ്പോൾ മരണം ഉണ്ടാവുക ഈ കുമാരൻ കാരണമായിരിക്കും എന്നാര് തീരുമാനിച്ചു? ഹിരണ്യകശിപു അങ്ങനെ ഒരു തീരുമാനം എടുത്തു. ഏതായാലും അങ്ങനെ തീരുമാനിച്ചിരിക്കുന്ന സമയത്താണ്, ഇനിയിപ്പോൾ നിവൃത്തിയൊന്നുമില്ല, കൊന്നിട്ട് ചാവണമില്ലല്ലോ. അങ്ങനെ ഈ കുമാരനെ വീണ്ടും ഗുരുകുലത്തിലേക്ക് പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു, ഗുരുപുത്രന്മാരോട് പറഞ്ഞു, നിങ്ങൾ ഈ കുമാരനെ ഇനി കൊണ്ടുപോയി കെട്ടിയിട്ട് പഠിപ്പിച്ചോളൂ. എന്തായാലും ഇപ്പം നന്നാക്കിയിട്ട് കൊല്ലാനും പറ്റണില്ല, എന്താ ചെയ്യും? ഇനി ഇതിനെ കെട്ടിയിട്ട് പഠിപ്പിക്കുക. അങ്ങനെ കൊണ്ടുപോയി കെട്ടിയിട്ടിട്ട് ഈ കുമാരനെ പഠിപ്പിക്കാനായിട്ട് തുടങ്ങി. ഇനി ഉണ്ണിയെ, പ്രഹ്ലാദ കുമാരനെ, മറ്റുള്ള കുമാരന്മാരെ കെട്ടിയിടാതെയും ഈ ഉണ്ണയെ മാത്രം ഇങ്ങനെ തൂണിൻ്റെ മുകളിൽ കെട്ടിയിട്ടിട്ടും പഠിപ്പിക്കാൻ തുടങ്ങിയ സമയത്ത് അതിങ്ങനെ കണ്ടപ്പം ഈ കുമാരനെ കെട്ടിയിട്ടത് വളരെ സങ്കടത്തോട് കൂടിയിട്ടാണ് ഈ അസുരകുമാരന്മാർ നോക്കി കണ്ടത്. കാരണം എന്താ ചോദിച്ചാൽ, ഒരു നന്മയുടെ വർത്തമാനം ഈ ഗുരുകുലത്തിൽ വന്നതിൻ്റെ ശേഷം ഗുരുനാഥന്മാർ പഠിപ്പിക്കുന്നതൊക്കെ ഈ ആസുരീയമായ സമ്പ്രദായങ്ങളാണ്. ഈശ്വരീയമായത് വല്ലതും കേൾക്കണമെങ്കിൽ ആര് വേണം പറഞ്ഞിട്ട് കേൾക്കുക? ഈ കുമാരനാണ്. അതിനെയാണ് ഇപ്പൊ ഈ തൂണിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടിയിട്ടതേ. കഷ്ടം. അവർ സങ്കടത്തോട് കൂടിയിട്ട് ഒരു ദിവസം ഷണ്ടാമർക്കന്മാര് ഗുരുനാഥന്മാര് ഇല്ലാത്ത സമയം നോക്കിയിട്ട് ഈ കുമാരന്റെ മുമ്പിൽ വന്ന് വട്ടം കൂടിയിരുന്നു. എന്നിട്ട് ഈ ഉണ്ണിയോട് പറഞ്ഞു, ഉണ്ണിയെ തന്നെ ഇങ്ങനെ തൂണിന്റെ മുകളിൽ ഇങ്ങനെ ബന്ധിച്ചിട്ട് കെട്ടിയിട്ടത് കാണുമ്പോൾ വല്ലാതെ സങ്കടമാവണു ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞു. അവരിങ്ങനെ കുട്ടികളല്ലേ, അവര് പാവം ഇതിങ്ങനെ കണ്ടിട്ട് സങ്കടപ്പെട്ട് കരഞ്ഞു. ഇതിങ്ങനെ കുട്ടികൾ സങ്കടപ്പെട്ട് കരയണത് കണ്ട സമയത്ത് ഈ കുമാരൻ ഉണ്ണിയോളെ നോക്കിയിട്ട് പറഞ്ഞു, ഉണ്ണിയോളെ നിങ്ങൾ എന്തിനാ കരയണത്? എന്നെ ഈ തൂണിന്റെ മുകളിൽ കയറുകൊണ്ട് കെട്ടിയിട്ടത് കണ്ടിട്ടാണോ കരയണത്? ഈ തൂണിന്റെ മുകളിൽ എന്നെ കെട്ടിയിട്ടത് എന്തുകൊണ്ടാണ്? ഒരു കയറിന്റെ കഷ്ണം കൊണ്ടാണ് കെട്ടിയിട്ടതേ. ആ കയറിന്റെ കഷ്ണത്തിന്റെ കെട്ടില്ലാണ്ടാക്കാൻ എന്തേ വേണ്ടോ? ചെറിയ പേന കത്തി കൊണ്ടുവന്ന് മുറിച്ചാൽ എന്ത് കഴിയും?
ആ കെട്ടില്ലാണ്ടിയാവും. അപ്പം ആ കെട്ടില്ലാണ്ടിയാവാൻ അത്രേ പ്രയത്നിക്കണ്ടോ, അതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ആ കെട്ടല്ല മുറിക്കാൻ നോക്കേണ്ടതേ. നമ്മൾക്ക് ആർക്കും കത്തി കൊണ്ട് മുറിച്ചാൽ മുറിയാത്തൊരു കെട്ട് നമ്മുടെയൊക്കെ കയ്യിലുണ്ട്. ആ കെട്ടിൻ്റെ പേരാണ് സംസാരബന്ധനം എന്നാ പറയുക. അത് നോക്കിയാൽ കാണില്ല, തൊട്ടാലും കാണില്ല, പിശാത്തി കൊണ്ട് മുറിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഈ സംസാരബന്ധനം ഇല്ലേണ്ടി കീട്ട മുമ്പിലേക്ക് പോകാനുള്ള വിദ്യയാണ് അന്വേഷിക്കേണ്ടത് കുമാരന്മാരെ എന്നും പറഞ്ഞു. അതിനെന്താ വിദ്യ എന്നറിയാം, ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്ത് വേണം? കൗമാരേ ആചരേൽ പ്രാജ്ഞോ, അതാ വേണ്ടത്. എങ്ങനെ വേണം? കൗമാരേ ആചരേൽ പ്രാജ്ഞോ ധർമാൻ ഭാഗവതാൻ ഇഹ ദുർലഭം മാനുഷം ജന്മ തദപി അധ്രുവമർത്ഥദം. അതായത് കൗമാരേ ആചരേൽ, കുട്ടിക്കാലത്ത് തുടങ്ങണം ഈശ്വര വിചാരം ചെയ്യാൻ. എന്നാലേ എന്തുണ്ടാവുള്ളൂ? ബുദ്ധിയും വിവരമുള്ളവര് കുട്ടിക്കാലത്ത് വേണം ഈശ്വര വിചാരം ചെയ്യാൻ പുറപ്പെടാൻ. എന്താ വേണ്ടത്? ഭാഗവത ധർമ്മങ്ങളൊക്കെ മനസ്സിലാക്കി പഠിച്ച് ജീവിതത്തിലേക്ക് പകർത്തി അനുഷ്ഠിക്കേണ്ട കാലം ചെറുപ്പത്തിലേ തുടങ്ങണം. എന്തിനാ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ, ദുർലഭം മാനുഷം ജന്മ, ഈ മനുഷ്യജന്മം എന്ന് പറഞ്ഞാൽ ധാരാളമായിട്ട് എപ്പോഴും കിട്ടണതല്ല, അപൂർവമായിട്ട് എപ്പോഴെങ്കിലുമൊക്കെ സുഹൃതത്തിന്റെ ശക്തി കൊണ്ട് കിട്ടണതാണ്. അത് കിട്ടിയാൽ തന്നെ എങ്ങനെയുണ്ടാവേണ്ടത്? തദ്പി അധ്രുവം, എന്നാ അപ്പൊ ഇല്ലാണ്ടായി പോവുക നമുക്കാർക്കും അറിയില്ല. നാളെ ആവാന്ന് വിചാരിച്ചത് ഇന്ന് തന്നെ ചത്തുപോയാൽ കഴിഞ്ഞില്ലേ, പിന്നെ നാളെ ആവാന്ന് വിചാരിച്ചത് വെറുതെ ആയില്ലേ. അപ്പൊ അതുകൊണ്ട് നാളെ ആവാന്ന് വിചാരിച്ച് മാറ്റി വെക്കുന്നതൊക്കെ വിവരല്യായാണ്. അന്ന് എന്തേ വേണ്ടോ? തദ്പി അധ്രുവം, എപ്പോഴേ ഈ ജീവിതം ഇല്ലാണ്ടേ ആവണോ, ഈ ജന്മം ഇല്ലാണ്ടേ ആവണോ എന്ന് അറിയില്ല. ഇനിയിപ്പൊ അതൊന്നുമല്ല ഉണ്ടായാൽ തന്നെ എങ്ങനെ ഉണ്ടാവണോ? അനർത്ഥം ഉണ്ടാവാനും ഇതുകൊണ്ട് തന്നെ മതി. മനുഷ്യജന്മം കിട്ടിയവരെല്ലാരും നാമം ജപിച്ച് നമസ്കരിച്ച് നന്നായി പോയിട്ടൊന്നുമില്ലല്ലോ. കള്ളും കുടിച്ച് കഥയില്ലേണ്ടായിട്ട് വേണ്ട വൃത്തിക്കൊക്കെ പുറപ്പെട്ട് നശിച്ചു പോയതും ഇല്ലേ. അതൊക്കെ എങ്ങനെയാ പോയത്? അവർക്കും കിട്ടിയത് മനുഷ്യജന്മം തന്നെയല്ലേ. അതുകൊണ്ട് ഏത് വിധത്തിലും ഇതിന് നാശം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കുട്ടിക്കാലത്തേ തുടങ്ങണം. പിന്നെ ഇപ്പൊ നമ്മളിപ്പോ ഈ സുഖം ഉണ്ടാവണേ എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണേ. സുഖമൈന്ദ്രിയകം ദൈത്യാഹ, അതല്ലേ ഈ ഇന്ദ്രിയ സുഖങ്ങൾ ഉണ്ടാവണേ എന്ന് വിചാരിച്ച് പുറപ്പെടുക. ദേഹയോഗേന ദേഹിനാം സർവത്ര ലഭ്യതേ ദൈവാൽ യഥാ ദുഃഖം അയജ്ഞത. സുഖം ഉണ്ടാവണേ എന്നിങ്ങനെ വെപ്രാളപ്പെട്ട് പ്രാർത്ഥിച്ച് നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ദുഃഖം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നവർ വല്ലവരും ഉണ്ടോ? ഇല്ല. എന്നിട്ട് ദുഃഖത്തിന് വല്ല കുറവുണ്ടോ? അതുമില്ല. അപ്പൊ ദുഃഖം പ്രാർത്ഥിക്കാതെ ധാരാളം വരുന്നുണ്ട്. എന്നിരിക്കെ സുഖം വന്നുള്ളി, എന്തിനാ നമ്മൾ ഈ സുഖം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നത്? അതിനൊന്നല്ല നമ്മൾ പുറപ്പെടേണ്ടത്. എന്ത് വേണം നമ്മൾ ചെയ്യേണ്ടത്? തതോ വിദൂരാൽ പരിഹൃത്യ ദൈത്യാഹ ദൈത്യേഷു സംഘം വിഷയാത്മകേഷു ഉപേത നാരായണമാദിദേവം സമുക്ത സംഘോ. അങ്ങനെയല്ലേ? സമുക്ത സംഘൈ ഇഷിതോപവർഗ. അതുകൊണ്ട് ഈ അസുരന്മാരോടുള്ളതായ കൂട്ടുകെട്ട് മതിയാക്കിയിട്ട്, അസുരന്മാരായിട്ടല്ലേ കൂട്ടുകെട്ട്, അത് ആദ്യം മതിയാക്കണം. അത് മതിയാക്കിയിട്ട് എന്ത് ചെയ്യുക? ഉപേത നാരായണം ആദിദേവം, ആദിദേവനായ ഭഗവാൻ നാരായണനെ സർവാത്മനാ ആശ്രയിക്കണം. ആശ്രയിച്ചിട്ട് എന്ത് ചെയ്യുക? ഭഗവാനെ ആ കൂട്ടുകെട്ടൊക്കെ നന്നാക്കി ഭഗവാന്റെ പാദത്തിൽ മനസ്സുറപ്പിച്ചിട്ട് സകല ജീവജാലങ്ങളെയും ഈശ്വരഭാവേന കാണണം. എങ്ങനെ? തസ്മാൽ സർവേഷു ഭൂതേഷു ദയാം കുരുത സൗഹൃദം ആസുരം ഭാവമുന്മുച്യ യയാ ദുഷ്യത്യഥോക്ഷജ. അങ്ങനെ ഈ സകല ജീവജാലങ്ങളോടും സ്നേഹവും സൗഹൃദവും കാണിച്ച് ഈശ്വരഭാവേന അവരെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? പരിഗണിച്ച് കണക്കാക്കണം. ആ സൗഹൃദത്തോടു കൂടി, സർവഭൂത സൗഹൃദത്തോടു കൂടി കഴിയണ കാലത്ത് എന്തുണ്ടാവും? അസുര സമ്പ്രദായവും അസുര സ്വഭാവവും നമ്മുടെ ആ ഭാവത്തു നിന്നേ പോവും. എന്നിട്ട് എന്താ ഉണ്ടാവണത്? ആസുരീയത പോയാൽ ഈശ്വരൻ പ്രസാദിക്കും. ഇതാണ് വേണ്ടത്. അതിനെന്തേ വേണ്ടു എന്ന് വെച്ചിട്ടോ, ഇതൊക്കെ എനിക്ക് എൻ്റെ ഗുരുനാഥൻ തന്നതാണ് ഈ വിദ്യ ഉണ്ണികളെ, നിങ്ങൾക്ക് അറിയോ ചോദിച്ചു. അപ്പൊ ഈ കുമാരന്മാര് ചോദിച്ചു, അതെ പ്രഹ്ലാദ കുമാര, ഉണ്ണിയെ ഈ വിദ്യയൊക്കെ ഗുരുനാഥൻ തന്നു എന്ന് പറഞ്ഞില്ലേ? നമ്മളൊക്കെ എല്ലാവരും ഒരു ക്ലാസ്സിലല്ലേ പഠിക്കണത്, ഞങ്ങളൊക്കെ ഒന്നും ഈ വിദ്യ അറിയില്ലല്ലോ, ഉണ്ണിക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയതാ ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇതൊക്കെ എനിക്ക് പണ്ട് എൻ്റെ ഗുരുനാഥൻ നാരദ മഹർഷിയാ തന്നതെന്നും പറഞ്ഞു. ചോദിച്ചു, അത് എപ്പോഴേ ഉണ്ടായത്?
കുട്ടികളൊക്കെ അറിയില്ലല്ലോ. അപ്പൊ പറഞ്ഞു കൊടുത്തു, നിങ്ങളൊക്കെ ഒന്നും അറിയണ്ടാവില്ല, നിങ്ങളൊക്കെ ജനിക്കണതിന്റെ മുമ്പാണ്. അതായത് പണ്ട് എൻ്റെ അച്ഛൻ മന്ദിരപർവ്വതത്തിൽ തപസ്സിന് പോയി എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? അന്ന് മന്ദിരപർവ്വതത്തിലേക്ക് അച്ഛൻ തപസ്സിന് പോയ കാലത്ത് എൻ്റെ അമ്മ അങ്ങനെ അമ്മയൊക്കെയാണ് അന്ന് കൊട്ടാരത്തിലുള്ളത്. അങ്ങനെ അമ്മയും കൂട്ടരൊക്കെ കൊട്ടാരത്തിൽ കഴിയുന്ന കാലത്ത് ഒരു ദിവസം അച്ഛൻ അവിടെ ഇല്ലാത്ത സമയത്താണ് ദേവേന്ദ്രാദി ദേവന്മാരെ എല്ലാവരും കൂടി ഞങ്ങളുടെ കൊട്ടാരത്തേക്ക് വന്നു. യുദ്ധത്തിൽ കൊട്ടാരം തകർത്ത് തരിപ്പണാക്കിയിട്ട് എൻ്റെ അമ്മയുടെ കയ്യും പിടിച്ചിട്ട് ദേവേന്ദ്രൻ ആകാശമാർഗേണ ഇങ്ങനെ പോവുക. ദേവേന്ദ്രനെ കയാധുവിന്റെ കയ്യും പിടിച്ച് പോവുകയാണെ. കയാധുവിന്റെ കയ്യും പിടിച്ച് ആകാശദേശത്തിൽ കൂടി ഈ ദേവേന്ദ്രൻ ഇങ്ങനെ പോകുമ്പം വഴിയിൽ വെച്ച് ആര് കണ്ടു? നാരദ മഹർഷി കണ്ടു. അപ്പൊ നാരദ മഹർഷി കണ്ടപ്പോൾ മഹർഷി ചോദിച്ചു, ദേവേന്ദ്രനോട് ചോദിച്ചു, എന്താ ദേവേന്ദ്ര കാണിക്കണത്? ഇത് കയാധു ഹിരണ്യകശിപുവിന്റെ ഭാര്യയല്ലേ, അന്യന്റെ ഭാര്യയുടെ കയ്യും പിടിച്ചിട്ടാ നടക്കുക, രണ്ടാം തരം എന്താ ഈ കാണിക്കണത്? അപ്പൊ ദേവേന്ദ്രൻ ഈ കയാധുവിന്റെ കയ്യിൽ നിന്ന് പിടി വിട്ടിട്ട് പറഞ്ഞു, ഏയ് ഞാൻ അങ്ങനെയൊന്നും നിരീക്ഷിച്ചിട്ടില്ല എന്നും പറഞ്ഞു. അച്ഛൻ എന്താ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? മോശമല്ലേ ഇത്? പരസ്ത്രീകളെ നമ്മൾ അമ്മയെ പോലെ കണക്കാക്കുക എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് പറഞ്ഞു, ഏയ് അങ്ങനെയല്ല, എന്താ വെച്ചാല് ഈ അസുരത്തിയുടെ ഗർഭത്തില് ഒരു ശിശു വളരുന്നുണ്ട്. അപ്പൊ ഇവൾ ആ ശിശുവിനെ പ്രസവിച്ചാൽ ആ കുട്ടിയെ കൊന്നിട്ട് ഇവളെ ഞാൻ എന്ത് ചെയ്യാം? തിരിച്ചയച്ചോളാം എന്ന് പറഞ്ഞു. അപ്പൊ ആരാ ഗർഭത്തിലിരിക്കണത്? അന്ന് ഈ പ്രഹ്ലാദകുമാരൻ ആ ഗർഭത്തിലിരിക്കണ കാലത്താണ് അതൊക്കെ ഉണ്ടായത്. ഹിരണ്യകശിപു ഈ കാട്ടിലേക്ക് തപസ്സിന് പോയ സമയത്ത് കയാധുവിനെ ഈ വിധം ഇന്ദ്രൻ കൊണ്ടുപോകുമ്പോഴാണ് ഭഗവാൻ നാരദരെ ഇങ്ങനെയൊക്കെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞു, ഈ കയാധുവിന്റെ ഗർഭത്തിലിരിക്കുന്ന ശിശുവിനെ കൊന്നിട്ട് ഞാൻ ഇവളെ പറഞ്ഞയച്ചോളാം എന്നുള്ള വർത്തമാനം കേട്ടപ്പോഴാണ് നാരദ മഹർഷി ഇത് കേട്ടിട്ട് ചിരിച്ചിട്ട് പറഞ്ഞു, ഇന്ദ്ര താൻ എന്താ മനസ്സിലാക്കിയത് ഈ ഗർഭത്തിലെ ശിശുവിനെ കുറിച്ചിട്ട്? ഞാൻ പറയാൻ എന്നോട് ശ്രദ്ധിച്ചു കേട്ടോളൂ. അത് അയം നിഷ്കിൽഭിഷ സാക്ഷാൽ മഹാഭാഗവതോ മഹാൻ. ആരാ ഗർഭത്തിലിരിക്കുന്നത്? അയം നിഷ്കിൽഭിഷ സാക്ഷാൽ മഹാഭാഗവതോ മഹാൻ ത്വയാ ന പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. അത് മനസ്സിലാക്കിക്കോളൂ. ഈ ഗർഭത്തിലിരിക്കുന്നത് ലവലേശം കളങ്കമില്ലാത്തവനായ മഹാഭാഗവതനായ മഹാനായ കുമാരനാണ് ആ ഗർഭത്തിലിരിക്കുന്നത്. ത്വയാന പ്രാപ്സ്യതേ സംസ്ഥാം. നിനക്ക് തൊടാൻ പോലും കിട്ടുന്ന നിലയിലിരിക്കണവനല്ല ആ കുമാരൻ, അതിൻ്റെയൊക്കെ ഉപരി ഇരിക്കുന്നതാണ്. അതുകൊണ്ട് അനന്താനുചരോ ബലി, സാക്ഷാൽ ഭഗവാന്റെ അനുചരനായ ആ മഹാനുഭാവനായ കുമാരനെയാണ് നീ ഇപ്പൊ കൊല്ലും എന്ന് പറഞ്ഞത്, സൂക്ഷിച്ചോളൂ എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പം ദേവേന്ദ്രൻ ഒന്ന് പരിഭ്രമിച്ചു. ഈ ഗർഭത്തിലിരിക്കുന്നത് സാധാരണക്കാരനല്ല, മഹാഭാഗവതനാണെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ ഒരു ബഹുമാനം കണ്ട് കയറിയിട്ട് ഇന്ദ്രൻ എന്തേ ചെയ്തു വെച്ചാല് വലിയ ഭക്തിയോടെ, ഭാഗവതനാണല്ലോ ഗർഭത്തിലിരിക്കുന്നതെന്ന് കണക്കാക്കിയിട്ട് ഭക്തിയോടുകൂടി നമസ്കരിച്ച് തൊഴുതിട്ട് അനന്തപ്രിയ ഭക്തിയൈനാം പരിക്രമ്യ ദിവം യയൗ. ആ വലിയ ഭക്തിയോട് കൂടിയിട്ട് ആ ഗർഭത്തിലിരിക്കുന്ന കുമാരനെ കണക്കാക്കിയിട്ട് കയാധുവിനെ തൊഴുതു. എന്നിട്ട് കയാധുവിന് പ്രദക്ഷിണം വെച്ചിട്ട് അങ്ങോട്ട് നമസ്കരിച്ചു. ഇന്ദ്രൻ എന്ത് ചെയ്തു? ദേവലോകത്തേക്ക് മടങ്ങിപ്പോയി. അതുണ്ടായത്. അപ്പൊ ഈ ഗർഭത്തിലെ ശിശുവിനെ കണക്കാക്കിയിട്ടാണ് ഈ നമസ്കാരം തൊഴിലും ഒക്കെ ഉണ്ടായത്. നമസ്കരിച്ച് പോവുകയും ചെയ്തു. നമസ്കരിച്ച് പോയപ്പോ എന്താ ഉണ്ടായെന്നാണെങ്കിൽ കയാധു ഇപ്പൊ തന്റെ കൊട്ടാരത്തിൽ നിന്ന് പോരും ചെയ്തു. എവിടെ എത്തിയതും ഇല്ല, വഴിയിൽ പെട്ട മാതിരി അവിടെയല്ല ഇവിടെ അല്ലാണ്ട് കയാധു ഇങ്ങനെ വിഷമിച്ച് കരയണത് കണ്ടപ്പോ നാരദ മഹർഷി പറഞ്ഞു, കുട്ടിയെ കരയേണ്ട, എന്റെ കൂടെ പോന്നോളൂ. ആശ്രമത്തിൽ എന്ത് ചെയ്യാം? താപസിമാര് താമസിക്കുന്നുണ്ട്, അവരുടെ കൂടെ താമസിക്കാം. നിനക്ക് നിന്റെ ഭർത്താവ് തിരിച്ചു വന്നാൽ തിരിച്ച് പോവുകയും ചെയ്യാം. അങ്ങനെ ഒരു സുരക്ഷിതമായൊരു സ്ഥാനാണ് ഈ ഒരു മുത്തശ്ശന്റെ മാതിരി. അങ്ങനെയുണ്ടല്ലോ, ഈ അത്യാപത്തിൽപ്പെട്ട സമയത്ത് ഒരു മുത്തശ്ശനെ പോലെ ആരെങ്കിലും ഒരു സ്നേഹത്തോടെ ഒരു വാത്സല്യത്തോടെ വരിക എന്നൊക്കെ പറഞ്ഞ് വലിയൊരു അനുഗ്രഹമല്ലേ. ആ പെൺകുട്ടി കയാധു ആ മുത്തശ്ശന്റെ പാദത്തിൽ നമസ്കരിച്ചിട്ട് നാരദ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് പോയി. അങ്ങനെ ഈ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ താപസിമാരുടെ കൂടെ ആര് കഴിച്ചുകൂട്ടി? ഈ കയാധു കഴിച്ചുകൂട്ടി. അങ്ങനെ കയാധു കഴിച്ചു കൂട്ടുന്ന കാലത്ത് ആശ്രമത്തിലാണെങ്കിൽ അന്ന് നാരദ മഹർഷിയുടെ വക വലിയ ഉപദേശങ്ങളും ക്ലാസ്സുകളും ഒക്കെ ഉണ്ടാവേ. ഭക്തിയുടെ ശാസ്ത്രങ്ങള്, പലജാതി ശാസ്ത്രങ്ങൾ പഠിപ്പിക്കില്ലേ. ഈ ശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെയുള്ള ആശ്രമത്തിലുള്ളവരൊക്കെ വരും. മുമ്പിൽ ആരെയും കൊണ്ടുപോയി ഇരുത്തും? ഗർഭിണിയായിട്ടുള്ള കയാധു മുമ്പിലിരിക്കും. കയാധു ഇതൊക്കെ കേൾക്കും. പക്ഷെ കുറെ പ്രായമായ കാലത്ത് കേൾക്കണ വിഷയമായതുകൊണ്ട് കയാധുവിന്റെ ചെവിയിലൊക്കെ കുറേയൊക്കെ ഉള്ളില് പിടിക്കേണ്ട പോയി. പക്ഷെ അന്ന് ഞാൻ ആ ഗർഭത്തിൽ വെച്ച് ഞാൻ അതൊക്കെ പിടിച്ചെടുത്തു. അന്ന് നാരദ മഹർഷി ഉപദേശിച്ച ഉപദേശങ്ങളൊക്കെ ആ ഗർഭത്തിലിരുന്നിട്ട് പഠിച്ചതാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ നിങ്ങൾക്കിപ്പം പറഞ്ഞു തരുന്നത് എന്നും പറഞ്ഞു. ഇങ്ങനെ ഗർഭത്തിലിരിക്കെ ആണ് എന്ത് പഠിച്ചത്? ഈ പറയുന്നതായ ശാസ്ത്രാർത്ഥങ്ങളൊക്കെ നാരദ ഗുരുനാഥൻ തന്ന് ഞാൻ പഠിച്ചത്. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്നും പറഞ്ഞു. അതുകൊണ്ട് എന്ത് വേണം?
ഈ ഭഗവാന്റെ ഭക്തിയെ നമ്മൾക്ക് നന്മയ്ക്ക് ഹേതു ആവുള്ളൂ. എന്ത് ചെയ്യണം? തസ്മാൽ ഭവദ്ഭി കർത്തവ്യം. അതാണ് എല്ലാവരും ചെയ്യേണ്ടത്. കർമ്മണാം ത്രിഗുണാത്മനാം ബീജനിർഹരണം യോഗ. ആ സംസാര ബീജത്തെ ഇല്ലാതെ കണ്ടാക്കണതായ ഭക്തി യോഗത്തെ ആശ്രയിച്ചോളൂ. ഗുരുനാഥന്മാരെ ആശ്രയിച്ച് ആ ഭക്തി കൊണ്ട് ഗുരുപാദങ്ങളിൽ സർവസ്വം സമർപ്പിച്ചാൽ എന്തുണ്ടാവും? സജ്ജന സംസർഗത്തിന് ഭാവം ഉണ്ടാവും. സജ്ജന സംസർഗം കൊണ്ട് ഈശ്വരാരാധന ചെയ്യാൻ തോന്നും. അങ്ങനെ ഈശ്വരാരാധന ചെയ്തിരിക്കുന്ന കാലത്ത് ഭഗവത് കഥകൾ കേൾക്കാനും തോന്നും. കുറേ ഭഗവത് കഥകൾ കേട്ട സംസ്കാരം ഉണ്ടെങ്കിൽ ഭഗവാനെ കീർത്തിക്കാൻ പ്രാപ്തി വരും. അങ്ങനെ കീർത്തിച്ച് ആ പാദങ്ങളെ നല്ലോണം ധ്യാനിക്കാനും സാധിക്കും. അങ്ങനെ ധ്യാനിച്ച ആ ഹൃദയത്തിൽ ആ സ്വരൂപം അങ്ങോട്ട് അലിഞ്ഞു ചേർന്നിരിക്കുന്ന സമയത്ത് എവിടെ നോക്കിയാലും എന്തേ കാണുള്ളൂ? തല്ലിംഗേക്ഷണം. എവിടെ നോക്കിയാലും ഭഗവാന്റെ സ്വരൂപേ കാണുള്ളൂ. അപ്പോൾ എന്താണ്ടാവണത്? അങ്ങനെ നടക്കുമ്പം ഹരി സർവേഷു ഭൂതേഷു ഭഗവാനാസ്തൈശ്വര ഇതി ഭൂതാനി മനസാ കാമൈസ്തൈ സാധുമാനയേൽ. ആ വിധായിട്ട് തീരും. ഹരി സർവേഷു ഭൂതേഷു. ശ്രീഹരി ഭഗവാൻ എല്ലാ ജീവജാലങ്ങളുടെയും അകത്ത് ആത്മസ്വരൂപനായിട്ട് ഇരിക്കണുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെയൊക്കെ തൊഴാനായിട്ട് എല്ലാ ജീവജാലങ്ങളെയും ഭഗവത് ഭാവേന നമസ്കരിക്കാനുള്ള പ്രാപ്തി വരും. അങ്ങനെ എന്തായിട്ട് തീരും? മുഹുശ്വസൻ വക്തി. അങ്ങനെയാണ്. മുഹുശ്വസൻ വക്തി ഹരേ ജഗൽപതേ നാരായണേത്യാത്മമതിർഗതത്രപ. ഓരോ ശ്വാസം ഓരോ ശ്വാസഗതിയും എന്തായിട്ട് തീരും? ഭഗവാന്റെ നാമജപമായിട്ട് തീരും. എങ്ങനെ? ഹരേ ജഗത്പതേ നാരായണ ഭഗവാനെ എന്ന വിധത്തില് നാമജപ സമ്പ്രദായമായിട്ട് ഈ ഭഗവാന്റെ മഹിമയിലേക്ക് അങ്ങോട്ട് തിരിയും. അങ്ങനെ വരുമ്പോ എന്താ ഉണ്ടാവുക എന്നറിയൂ? സ്വന്തം മനസ്സിരുത്തണം. ദേവനായിക്കോട്ടെ, മനുഷ്യനായിക്കോട്ടെ, അസുരനായിക്കോട്ടെ, യക്ഷനോ ഗന്ധർവനോ ആര് തന്നെ ആയിക്കോട്ടെ, ഭഗവാനെ ഭജിച്ചാൽ നന്മേ ഉണ്ടാവുള്ളൂ. എന്താ കാരണം? ഇപ്പൊ നമ്മൾ അസുരന്മാരല്ലേ? നമ്മൾ ഭഗവാനെ ഭജിച്ചപ്പോ നമുക്കിപ്പോ നന്മയല്ലേ ഉണ്ടായത്? അപ്പൊ പിന്നെ എല്ലാവർക്കും ഉണ്ടാവില്ലേ നന്മ? അതന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ഭഗവാനെ ഭജിക്കാൻ വേണ്ടത് എന്തല്ല? നോക്കൂ. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഹ. ഭഗവാനെ ഭജിക്കാൻ ബ്രാഹ്മണനായതുകൊണ്ടോ അല്ലെങ്കിൽ ഇപ്പൊ എന്താ പറയുന്നത് ദേവനായതുകൊണ്ടോ ഋഷി ആയതുകൊണ്ടോ അതൊന്നും ഭഗവാനെ ഭജിക്കാനുള്ള യോഗ്യതയല്ല. പിന്നെ എങ്ങനെയാത്? ഞാൻ വലിയ യോഗ്യനാണ്, വലിയ കുടുംബത്തിൽ ജനിച്ചവനാണ്, അല്ലെങ്കിൽ ധാരാളം പഠിച്ചവനാണ്, വലിയ പണ്ഡിതനാണ്, ഇതൊന്നും ഭഗവാനെ പ്രസാദിപ്പിക്കാൻ കാരണമല്ല. പിന്നെ ഭഗവാൻ എങ്ങനെയാ പ്രസാദിക്കുക? ഭഗവാൻ പ്രസാദിക്കുക എങ്ങനെയാണെന്നറിയൂ? പ്രിയതേ അമലയാ ഭക്തിയാ. വലിയ ആ ശുദ്ധമായ ഭക്തിയുടെ സമ്പ്രദായം കൊണ്ടേ ഭഗവാൻ പ്രസാദിക്കുള്ളൂ. അന്യൽ വിഡംബനം. അല്ലാത്തതൊക്കെ ഒരു കാണിച്ചൂട്ടല്, അല്ലാണ്ട് എന്താ ഒരു പരിഹാസ്യത. വിഡംബനം എന്ന് പറഞ്ഞൊരു പൊങ്ങച്ചം കാണിക്കലേ ഉള്ളൂ. അതുകൊണ്ട് എന്തു വേണം? ഭഗവാനെ നല്ലോണം അനുസരിത്തിക്കോളൂ. തതോ ഹരൗ ഭഗവതി ഭക്തിം ഗുരുദാനവാഹ. അതുകൊണ്ട് ഭഗവാന്റെ തൃപാദത്തില് ഭക്തി ഉറപ്പിക്കാൻ വേണ്ടതായ പ്രവൃത്തി ചെയ്യുക. അതാ വേണ്ടത്. അതുകൊണ്ട് എല്ലാവരും ആ ഭഗവത് നാമസങ്കീർത്തനങ്ങളില് മുഴുകിക്കോളൂ. അങ്ങനെ പ്രഹ്ലാദകുമാരൻ ആ ഉണ്ണികൾക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ മഹിമകള് നാമജപ സങ്കീർത്തനായിട്ട് ഉറക്കെ പാടിക്കൊടുത്തു. കുമാരന്മാരാണെങ്കിലോ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ എന്നുള്ള മട്ടില് ഭഗവാന്റെ ആ മഹിമയുള്ള നാമങ്ങൾ ഉറക്കെ ഇങ്ങനെ ചൊല്ലിക്കൊടുത്തു. കുമാരന്മാരാണെങ്കിൽ ഒപ്പത്തിനൊപ്പം നിന്ന് അങ്ങോട്ട് ചൊല്ലും ചെയ്തു ഭഗവാന്റെ നാമങ്ങളെ. അങ്ങനെ അവരെല്ലാരും കൂടി ഈ ഭഗവൻ നാമ ലഹരിയുടെ സങ്കീർത്തന ലഹരിയുടെ ആ മഹിമയിൽ ലയിച്ചിരിക്കുക. കാരണം ഒന്നും അറിഞ്ഞില്ല, നേരത്തെ തന്നെ പറഞ്ഞില്ല, അവരിതൊന്നും ലോകത്തിലെ വിഷയങ്ങളൊന്നും അറിയാറില്ല എന്ന്. അങ്ങനെ ആ ഭഗവത് ലയത്തിൽ മുഴുകിയിരിക്കണ ഈ കുമാരന്മാർ ഉറക്കെ നാമം ചൊല്ലി നമസ്കരിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്തേപ്പം ഉണ്ടായേ ചോദിച്ചാല് ഈ ശബ്ദം പുറത്തേക്ക് കേൾക്കൂലോ. അപ്പോഴേക്ക് ഷഡ്ഡാമർക്കന്മാര് ഗുരുനാഥന്മാരും ഇത് കേട്ടിട്ട് ദാ വരുന്നു. ആര്? ഗുരുനാഥന്മാരൊക്കെ വന്നു എന്ന് മാത്രല്ല, ഈ മഹാരാജാവ് ഹിരണ്യകശിപു ഈ കഥ കേട്ട് എന്താപ്പത്, എന്തൊന്നില്ലാണ്ടേ ആക്കാനാണോ താൻ ഇത്രയൊക്കെ ഉത്സാഹിച്ചത്? അത് വീണ്ടും വീണ്ടും കൂടി വരികയാണല്ലോ എന്ന് ആലോചിച്ചിട്ട് ഇങ്ങോട്ട് വന്നു എന്ന് മാത്രല്ല, തൻ്റെ പുത്രന്റെ ധിക്കാരം, കൊന്നിട്ട് പോലും ചാവാത്ത ഈ കുമാരന്റെ ധിക്കാരം ഇങ്ങോട്ട് കണക്കാക്കിയിട്ട് സഹിക്ക വയ്യാത്ത കോപത്തോട് കൂടിയിട്ട് പ്രഹ്ലാദന്റെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, ഹേ ദുർവിനീത
മന്ദാത്മൻ കുലഭേദകരാധമ സ്തബ്ധം മച്ഛാസനോദ്ധൂതം നേഷ്യത്വദ്യയമക്ഷയം ക്രുദ്ധസ്യ യസ്യ കമ്പന്തേ ത്രയോ ലോകാ സഹേശ്വര തസ്യമേ അഭീതവൻ മൂഢ ശാസനം കിംബലോത്യകാഹ എന്ന് ചോദിച്ചു. ആരുടെ നിനക്ക് ബലം? എൻ്റെ പേര് കേട്ടാൽ 3 ലോകത്തിലുള്ളവർ ഞെട്ടിവറയ്ക്കുന്നിരിക്കേ എൻ്റെ മുമ്പിൽ ഇരുന്നിട്ട് ഈ വിധത്തില് ദുർവിനീതനായ നീയെ ഈ വിധം ധിക്കാരം പറയണു. ആരടാ നിനക്ക് ബലം? അട്ടഹസിച്ചുകൊണ്ട് ഹിരണ്യകശിപു ചോദിച്ചു. ഈ ആരടാ നിനക്ക് ബലം എന്ന് ചോദിച്ച സമയത്ത് ഉണ്ണി പറഞ്ഞു, അച്ഛാ എനിക്ക് ബലം ആരാണ്? ഭഗവാനാണ്. എങ്ങനെ? അതല്ലേ പറഞ്ഞത്, കേവലം മേ ഭവതശ്ചരാജൻ സവൈ ബലം ബലിനാം ചാപരേഷാം. എനിക്ക് ബലം ഭഗവാനാണ്. എനിക്ക് മാത്രല്ല, അച്ഛൻ പെൻ്റെ നേരെ നോക്കി അട്ടഹസിച്ച ചാടി ഇറങ്ങി പുറപ്പെട്ടില്ലേ? ഈ അട്ടഹാസത്തിനൊക്കെ ഉള്ള ബലം ആര് തന്നു? ഭഗവാന്റെയാണത്. അച്ഛന് വരം തന്നില്ലേ ബ്രഹ്മാവ്? അച്ഛന് വരം തന്ന ബ്രഹ്മാവിന് വരം കൊടുത്ത് ബലം കൊടുത്തവൻ ആരാന്ന് വെച്ചിട്ടുണ്ടോ? ഭഗവാനാണ്. ഇതെങ്കിലും കേട്ടാലൊന്ന് അടങ്ങിക്കോട്ടെ വെച്ചിട്ട് അങ്ങനെ പറഞ്ഞത്. ബ്രഹ്മാവ് കൊടുത്ത വരത്തിന്റെ മിട്ടിക്കൊണ്ടാണ് ഇപ്പൊ ഈ അട്ടഹസിച്ച് ചാടി വരുന്നത്. പക്ഷെ ബ്രഹ്മാവിന് ഇത് കൊടുത്ത ആളാരാണ്? ഭഗവാനാണ്. അങ്ങനെയെങ്കിലും ഒന്ന് ഇത് പറയുകയും ചെയ്തു. ജഹ്യാസുരം ഭാവം. അച്ഛൻ ഈ അസുര സ്വഭാവമൊക്കെ ഒന്ന് കളഞ്ഞിട്ടൊന്നും അനുസരിത്തിയിട്ട് ഭഗവാനെ ഒന്ന് തൊഴുതു നോക്കൂ, അതോടെ നേരെയാവാനേ ഉള്ളൂ. ഇത് കൂടി കേട്ടപ്പോഴേക്ക് ഹിരണ്യകശിപുവിന് അങ്ങോട്ട് ദേഷ്യം കലശലായി എന്ന് മാത്രല്ല, ഹിരണ്യകശിപു പറഞ്ഞു, വ്യക്തം ത്വം മർത്തുകാമോസി യോതി മാത്രം വികഥസേ. നീ മരിക്കാനായിട്ട് പുറപ്പെട്ടവനാണ്. അതുകൊണ്ടാണ് ഈ അന്തല്യ എന്നെ നാവിന്റെ മുകളിൽ ഇങ്ങനെ വരണത്. മുമുരിഷൂണാം ഹി മന്ദൽമന്നുസ്യറു വിപ്ലവാകിര. ഇല്ലെങ്കിലും മരണകാലം എടുത്തവർക്ക് ഈ ജാതി അന്തല്യാത്ത വർത്തമാനങ്ങൾ കാണാറുണ്ട്. താൻ ഇപ്പൊ ഇവിടെ പറഞ്ഞില്ലേ, യസ്ത്വയാ മന്ദഭാഗ്യോക്തോ മതന്യോ ജഗദീശ്വര. ആരടാ ഞാനല്ലാതൊരു ജഗദീശ്വരൻ പ്രപഞ്ചത്തില്? ആര് ചോദിച്ചു? ഹിരണ്യകശിപു ചോദിച്ചു. അപ്പൊ ഉണ്ണി പറഞ്ഞു, അച്ഛാ ഭഗവാനാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഇത് കേട്ടപ്പോ ഹിരണ്യകശിപു വീണ്ടും ചോദിച്ചു, ക്വാസൗ, എവിടെ? അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എവിടെ എന്ന് ചോദിച്ചു. അപ്പോ എവിടെ എന്ന് ചോദിച്ചപ്പോ ഉണ്ണി വളരെ ശാന്തമായിട്ട് പറഞ്ഞു, ദാ സർവത്ര, ഇവിടെയൊക്കെ ഉണ്ട്, എല്ലാ ദിക്കിലും ഉണ്ട്. സഹിച്ചില്ല. ഹിരണ്യകശിപുന് വീണ്ടും കോപം കൂടി വന്നു. ഹിരണ്യകശിപു ചോദിച്ചു, ഓഹോ യതി സർവത്ര, അങ്ങനെ എല്ലാ ദിക്കിലുണ്ടെങ്കിൽ കസ്മാൽ സ്തംഭേ, എല്ലാ ദിക്കിലുണ്ടെങ്കിൽ തൂണിലും ഉണ്ടാവില്ലേ? എന്താ അവിടെ കാണാനില്ലല്ലോ നിന്റെ നീ പറഞ്ഞ ആ ജഗദീശ്വരനെ? ഉണ്ണി പറഞ്ഞു, അച്ഛാ ദൃശ്യതേ, എനിക്ക് കാണാണ്ടേ, നോക്കിയിട്ട് നല്ലോണം കാണാണ്ട് നിങ്ങോട്ട് പറഞ്ഞു. ഇതിങ്ങോട്ട് കേട്ടപ്പോഴേക്ക് വീണ്ടും കോപം കൂടിയിട്ടുള്ള ഹിരണ്യകശിപു ഇതിങ്ങടെ കൈ ഇങ്ങോട്ട് മടക്കിയിട്ട് പറഞ്ഞു, സോഹം വിഗദ്ധമാനസ്യ ശിരഃ കായാൽ ഹരാമിതേ. ഈ അന്തല്യായ പറയണം, എന്റെ ശിരസ് ഞാൻ അരിയണുണ്ട്, ഒന്ന് കാണാലോ. ഗോപായേത ഹരിസ്ത്വദ്യയസ്തേ ശരണമീപ്സിതം. നീ ഇപ്പൊ പറഞ്ഞ ജഗദീശ്വരനായ ഭഗവാൻ ഒന്ന് വരട്ടെ, തന്നെ രക്ഷിക്കണം, ഒന്ന് കാണാലോ നമ്മളൊക്കെ. ഭഗവാൻ തന്നെ രക്ഷിക്കട്ടെ, നമുക്കൊന്ന് കാണാം എന്നിങ്ങോട്ട് പറഞ്ഞിട്ട് ആ കൈ ഇങ്ങോട്ട് മടക്കി ചുരുട്ടിയിട്ട് ആ തൂണിന്റെ മുകളിലേക്ക് അങ്ങോട്ട് ഇടിച്ചു. ആ തൂണിന്റെ മുകളിൽ ഇടിച്ച സമയത്ത് ഒന്നും പറയേണ്ട, ഭീകരമായ ഒരു ശബ്ദം അവിടെ ഇങ്ങോട്ട് പുറപ്പെട്ടു. പറയും, സ്തംഭേ ഘട്ടയതോ ഹിരണ്യകശിപോഹ കർണൗ സമാചൂർണയൻ എന്ന് പട്ടേരി പറഞ്ഞ മാതിരി ഹിരണ്യകശിപുവിന്റെ മാത്രല്ല പ്രപഞ്ചത്തിന്റെ സകല ദിക്കിലും മുഴങ്ങണ മാതിരി ഹിരണ്യകശിപുവിന്റെ ചെകിട്ടത്തങ്ങനെ മുഴങ്ങാണ്, ഇടിവെട്ട് പോലെ ശബ്ദം. ആ ഭീകരമായ ശബ്ദം ഇങ്ങോട്ട് പുറപ്പെട്ട സമയത്ത് ആ സഭയില് എന്തുണ്ടായേ ചോദിച്ചാൽ, പണ്ടേ തൻ്റെ ഭക്തോത്തമന്മാരായ മഹാത്മാക്കള് പണ്ട് സനകാദി മഹർഷീശ്വരന്മാര് വൈകുണ്ഠദേശത്ത് ചെന്നിട്ട് ജയവിജയന്മാരോട് പറഞ്ഞു, ഹേ ജയവിജയന്മാരെ, നിങ്ങൾ 3 ജന്മം കൊണ്ട് ഭഗവാനെ പ്രാപിക്കും എന്ന് പറഞ്ഞു. ആ മഹർഷീശ്വരന്മാരുടെ വാക്ക് സത്യമാക്കി ചെയ്യാനായിട്ട് നാരദ മഹർഷിയുടെ മുമ്പില് കയാധുവിന്റെ കയ്യും പിടിച്ചെത്തിപ്പെട്ടവനായ ഇന്ദ്രനോട് മഹർഷി നാരദര് പറഞ്ഞു, ത്വയാന്ന് പ്രാപ്സ്യതേ സംസ്ഥാം അനന്താനുചരോ ബലി. ഹേ ദേവേന്ദ്ര, ഈ ശിശുവിനെ തൊടാൻ നിനക്ക് സാധ്യമല്ല, ഭഗവാന്റെ തൃപ്പാദ ഭക്തനായ ഭാഗവതനാണ് എന്ന് പറഞ്ഞു. ആ വാക്യം സത്യമാക്കി ചെയ്യാനായിട്ട് പണ്ട് മന്ദരപർവ്വതത്തിൽ തപസ്വനായിട്ട് ചെന്ന ഹിരണ്യകശിപുവിനോട് ബ്രഹ്മദേവൻ പറഞ്ഞു, ബ്രഹ്മസൃഷ്ടി കൊല്ലില്ല, മനുഷ്യൻ കൊല്ലില്ല, മൃഗം കൊല്ലില്ല, രാത്രിയില്ല, പകലില്ല, അകത്തില്ല, പുറത്തില്ല, ജീവൻ ഉള്ളതുകൊണ്ടില്ല, ഇല്ലാത്തതുകൊണ്ടില്ല, ഭൂമിയിലില്ല, ആകാശത്തിലില്ല എന്ന് ലോകത്തില്ലാത്ത വരം ചോദിച്ചു. ആ ബ്രഹ്മാവ് വരം കൊടുത്തു. ബ്രഹ്മദേവന്റെ ആ വാക്യം സത്യമാക്കി ചെയ്യാനായിട്ട് മാത്രല്ല, ഹിരണ്യകശിപു പ്രഹ്ലാദനോട് ചോദിച്ചു, ആരടാ നിനക്ക് ബലം എന്ന് ചോദിച്ചു.
ഭഗവാനാണ് എന്ന് പറഞ്ഞു. എങ്കിലാ ഭഗവാൻ എവിടെ എന്ന് ചോദിച്ചു. സർവത്ര ഉണ്ട് എന്ന് പറഞ്ഞു. ആ വാക്യം സത്യമാക്കി ചെയ്യാനായിട്ട് സർവത്ര ഉണ്ടെങ്കിൽ എന്തേ തൂണിൽ കാണാനില്ല എന്ന് ചോദിച്ചു. തൂണിലും എനിക്ക് കാണാനുണ്ടച്ഛാ എന്ന് പറഞ്ഞ ആ ഉണ്ണിയുടെ വാക്യം സത്യമാക്കി ചെയ്യാനായിട്ട് മാത്രല്ല, പണ്ട് ഈ കുമാരനെ പല വിധത്തിൽ കൊന്നിട്ടും ജാവണില്ല എന്ന് കണ്ടപ്പോ ഹിരണ്യകശിപു ഒരു വർത്തമാനം പറഞ്ഞു. നൂനമേതൽ വിരോധേന മൃത്യുർമേ ഭവിതാനവ. ഈ കുമാരൻ കാരണമായിരിക്കും എൻ്റെ മരണം ഉണ്ടാവുക എന്നൊരു വാക്ക് പറഞ്ഞു. ആ ഹിരണ്യകശിപുവിന്റെ വാക്ക് സത്യമാക്കി ചെയ്യാനായിട്ട് മാത്രല്ല, പല കാലത്ത് പലരും ഈ വാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പണ്ട് ഭഗവാൻ അർജുനനോട് പറഞ്ഞു, ഹേ അർജുന, നമേ ഭക്ത പ്രണശ്യതി, എൻ്റെ ഭക്തന് നാശല്യ എന്നൊരു വാക്യം പറഞ്ഞു. ആ വാക്യത്തെ സത്യമാക്കി ചെയ്യാനായിട്ട് ഈ വിധത്തിൽ പല കാലത്ത് പല ദേശത്ത് പല പ്രകാരത്തിൽ ഭഗവത് ഭക്തോത്തമന്മാരായ മഹാപുരുഷന്മാരുടെ വാക്യങ്ങളെ സത്യമാക്കി ചെയ്ത് താൻ സർവവ്യാപിയായിട്ട് സർവത്ര തൂണിലും തുരുമ്പിലും ഉണ്ട് എന്ന് പ്രകാശിപ്പിക്കാനായിട്ട് ആ സഭയില് സ്തംഭം വളർന്നിട്ട് ഭഗവാൻ സത്യം വിധാതും നിജഭൃത്യഭാഷിതം വ്യാപ്തിം ച ഭൂതേഷു അഖിലേഷു ജാത്മന അദൃശ്യതത്യദ്ഭുതരൂപമുദ്വഹൻ സ്തംഭേ സഭായാം നമൃഗം നമാനുഷം സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.